السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا وكانوا لنا خاشعين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരായ അവന്റെ പ്രിയപ്പെട്ട അടിമകളുടെ 9 സവിശേഷതകൾ എണ്ണിപ്പറഞ്ഞപ്പോൾ അതിൽ 3 കാര്യങ്ങൾ നാം 2 ദിവസം കൊണ്ട് വളരെ ചുരുക്കി സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് നാം സംസാരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വിശേഷണമായി പറഞ്ഞു, വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. റബ്ബന, ഞങ്ങളുടെ നാഥ, ഞങ്ങളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥ, ഞങ്ങളുടെ റബ്ബേ, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, ജഹന്നമിന്റെ അദാബ്, ജഹന്നമാകുന്ന നരകത്തിന്റെ ശിക്ഷ നീ ഞങ്ങളിൽ നിന്ന് തിരിച്ചു കളയണം അല്ലാഹ്. ഇന്ന അദാബഹാ കാന ഗറാമാ, ആ ജഹന്നമിന്റെ ശിക്ഷ അത് വലിയ നാശവും ജീവിതത്തിൽ
ആ ശിക്ഷ അനുഭവിക്കുന്നവൻ അതിൽ തന്നെയായി നിൽക്കുന്നതുമാണ്. ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമ, ആ ജഹന്നമാകുന്ന നരകം അത് താമസിക്കുന്ന സ്ഥലമായും എത്തിച്ചേരുന്ന സ്ഥലമായും കൂടുന്ന സ്ഥലമായും വളരെ മോശമായ സങ്കേതമാണ്. അല്ലാഹുവേ, ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ, അതിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ തട്ടിമാറ്റിക്കളയണേ അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണവർ. എന്താണ് ഇത് പഠിപ്പിക്കുന്നത്? ഇന്നലെയും മിനിഞ്ഞാന്നും നമ്മൾ സംസാരിച്ചു. അവരുടെ സ്വഭാവം വളരെ വിനയാന്വിതരായി അല്പവും അഹങ്കാരവും അഹംഭാവമില്ലാതെ ആർക്കും ശല്യം ചെയ്യാതെ ജീവിക്കുന്നവരാണവർ. ആരെങ്കിലും ശല്യം ചെയ്യുന്ന വിധത്തിൽ സംസാരിച്ചാൽ പകരം ചോദിക്കണമെന്ന ചിന്തയില്ലാതെ ക്ഷമിക്കുകയും മാപ്പ് നൽകുകയും സമാധാനത്തിന്റെ വാക്കുകൾ മാത്രം സംസാരിക്കുന്നവരുമാണവർ. അതോടുകൂടി ഇന്നലെ നാം സംസാരിച്ചു, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, രാത്രികളിൽ യജമാനനായ റബ്ബിൽ സുജൂദ് ചെയ്യുകയും അല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയും രാജാവിനെ സ്നേഹിച്ച് സംഭാഷണത്തിന് നിൽക്കുകയും ചെയ്യുന്നവരാണവർ. ഈ അല്ലാഹുവിനെ സ്നേഹിക്കുന്ന അല്ലാഹുവിന്റെ അടിമകൾ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകൾ, അവരെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, അവർ ഒരു സൃഷ്ടിക്കും ശല്യം ചെയ്യാതെ ജീവിക്കുമ്പോൾ തന്നെ, എന്നെ സ്നേഹിച്ചുകൊണ്ട് എന്നോട് സംഭാഷണം നടത്തുമ്പോൾ തന്നെ, എന്നോടുള്ള സ്നേഹം അവർ പൂർണ്ണമായി പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ആ സ്നേഹത്തോടെ അവരെന്നെ വിളിക്കുന്നു. ആ സ്നേഹത്തോടെ അവരെന്നോടതാ ഭയത്തോടുകൂടി അപേക്ഷിക്കുന്നു. ആ സ്നേഹം അവരുടെ ഹൃദയത്തിൽ രൂഢമായി നിൽക്കുന്നതോടുകൂടി തന്നെ അവരെന്നെ ഭയപ്പെട്ടുകൊണ്ട് എന്നോടതാ അപേക്ഷ നൽകുന്നു. അവരെന്റെ റഹ്മത്തിൽ, അനുഗ്രഹത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് എന്നെ അവർ വിളിച്ചു തേടുന്നു. വല്ലദീന യഖൂലൂന റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ അവർ വിളിക്കുകയാണ്. ഞങ്ങളുടെ റബ്ബേ എന്ന വിളി തന്നെ എന്തൊരു സ്നേഹമുള്ള വിളിയാണ്. രാജാവായ റബ്ബിനെ, അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് എന്റെ ഉമ്മ, എന്റെ ബാപ്പ, എന്റെ ഗുരു എന്നൊക്കെ സ്നേഹിക്കുന്ന ശിഷ്യന്മാരും സന്താനങ്ങളും വിളിക്കുന്നത് നാം കേൾക്കാറുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകൾ അവരേറ്റവും പ്രിയം വെക്കുന്ന അവരുടെ രാജാവിനെ വിളിക്കുകയാണ്. റബ്ബനാ, ഞങ്ങളുടെ നാഥാ, ഞങ്ങൾക്ക് നിന്നോട് അപേക്ഷ സമർപ്പിക്കാനുണ്ട്. കാരണം ഞങ്ങൾ ആരെയും ശല്യം ചെയ്യുന്നില്ലെങ്കിലും, ആരെങ്കിലും ശല്യം ചെയ്താൽ അത് ഞങ്ങൾ സഹിക്കുന്നുണ്ടെങ്കിലും, രാത്രി സമയത്ത് ഉറക്കമൊഴിച്ച് നിന്നോട് ഞങ്ങൾ സംഭാഷണം നടത്തുന്നുണ്ടെങ്കിലും, നിനക്ക് സർവ്വവിധ താഴ്മകളും ഞങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും, നീ ലോകമൊട്ടാകെ അടക്കി ഭരിക്കുന്ന രാജാവല്ലേ. നീ എന്തു ചെയ്താലും നിന്നെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധ്യമല്ലല്ലോ. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല, അവന്റെ അധികാരം എന്താണ്? അവൻ എന്ത് ചെയ്താലും ചോദ്യം ചെയ്യപ്പെടാൻ ഒരു വകുപ്പുമില്ല, ചോദ്യം ചെയ്യാൻ ആരുമില്ല. അതേ സമയത്ത് വഹും യുസ്അലൂൻ, സൃഷ്ടികളെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അല്ലാഹുവിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആർക്കും തന്നെ അധികാരമില്ല, ശക്തിയില്ല, കഴിവില്ല, സ്ഥാനമില്ല. അങ്ങനെ ആർക്കും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത സ്ഥാനമുള്ളവനല്ലേ നീ. മാത്രമല്ല, നീ നിന്നെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് നിന്റെ സ്നേഹം വിട്ടുപോകാതെ ജീവിച്ച ആ സ്നേഹത്തിൽ മരിക്കാൻ കഴിയണം. നീ ഞങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന വിധത്തിൽ നിന്റെ സ്നേഹം ഞങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കണം. അതോടുകൂടെ റബ്ബേ, നീ ആരെയും എന്തും ചെയ്യാൻ അധികാരമുള്ളവനല്ലേ. നീ ഒരു വിഭാഗത്തെ നരകത്തിന് വേണ്ടി പഠിച്ചിട്ടുണ്ട്, നീ ഒരു വിഭാഗത്തെ സ്വർഗത്തിന് വേണ്ടിയും പഠിച്ചിട്ടുണ്ട്.
നിന്റെ നരകമെന്ന് പറയുന്നത് ഭയാനകമാണ്, അത് ഓർക്കാൻ തന്നെ കഴിയാത്ത ശിക്ഷയാണ്. അതുകൊണ്ട് നിന്നെ സ്നേഹിക്കുന്ന ഞങ്ങൾ നിന്നെ ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഞങ്ങൾ നിസ്കരിക്കുന്നു എന്ന നിലക്ക് ഞങ്ങൾക്കൊരു ഹുങ്ക് തോന്നുന്നില്ല. ഞങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് ഞങ്ങൾ ഉറപ്പിക്കുന്നില്ല. ഞങ്ങൾ ആരെയും ശല്യം ചെയ്യാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു എന്ന് ഞങ്ങൾ തീരുമാനമെടുക്കുന്നില്ല. തീരുമാനം നിന്റെ അടുക്കലല്ലേ, തീരുമാനിക്കുന്ന രാജാവ് നീയല്ലേ, ഞങ്ങൾ നിന്റെ പാവപ്പെട്ട അടിമകളല്ലേ. അതുകൊണ്ട് ഞങ്ങൾ താണുകയാണ്, അപേക്ഷിക്കുകയാണ്. നിന്നെ ഞങ്ങൾ ഭയപ്പെടുകയാണ്, നിന്റെ ശിക്ഷ ഞങ്ങൾ ഭയപ്പെടുകയാണ്. അതിനാൽ ഞങ്ങൾ താണുകയാണ്, അപേക്ഷിക്കുന്നു. സുരിഫ് അന്നാ അദാബ ജഹന്നം, ജഹന്നമാകുന്ന നരകത്തിന്റെ ശിക്ഷ ഞങ്ങളെ തൊട്ട് നീ തട്ടിത്തിരിക്കണം അല്ലാഹ്. നിന്നിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും തന്നെ നിർഭയരായി ജീവിക്കുന്നില്ല. ഞങ്ങൾ നിന്നെ ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ ആ ഭയത്തിന്റെ പേരിൽ ഞങ്ങൾ നിരാശരല്ല. നിന്റെ അധികാരത്തെക്കുറിച്ച് ഞങ്ങൾ ബോധമുള്ളവരാണ്. ഞങ്ങൾ നിന്നെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ്. പക്ഷേ ഭയം അതിര് കവിഞ്ഞുകൊണ്ട് ഞങ്ങൾ നിന്റെ റഹ്മത്തിൽ നിന്ന്, നിന്റെ കാരുണ്യത്തിൽ നിന്ന് ആശമുറിയുന്നവരല്ല. നീ കാരുണ്യം ചൊരിക്കുന്ന രാജാവാണ്, അപേക്ഷിച്ചാൽ അത് സ്വീകരിക്കുന്ന രാജാവാണ്, അടിമകൾ ചോദിച്ചാൽ കൊടുക്കുന്ന രാജാവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ മനസ്സിന്റെ ഭയം നിന്നെ അറിയിച്ചുകൊണ്ട് നിന്നോട് ഞങ്ങൾ നിന്റെ കാരുണ്യത്തിൽ നിന്ന് തേടുകയാണ്. റബ്ബന സുരിഫ് അന്നാ അദാബ ജഹന്നം, ജഹന്നമിന്റെ ശിക്ഷയെ നീ ഞങ്ങൾക്ക് തട്ടിത്തിരിക്കണം അല്ലാഹ്. ഇന്ന അദാബഹാ കാന ഗറാമാ, ആ ശിക്ഷ ഭൗതിക ലോകത്തുള്ള ഭരണാധികാരികളോ രാജാക്കന്മാരോ ഉദ്യോഗസ്ഥന്മാരോ വിധിക്കുന്ന ശിക്ഷ പോലെയല്ല. അത് എപ്പോഴും കൂടെയായി തന്നെ ഉണ്ടാകുന്ന വലിയ നാശം പിടിച്ച ശിക്ഷയാണ്. ആ ശിക്ഷ, ആ സ്ഥലം ലോകത്തെവിടെയെങ്കിലുമുള്ള ജയിലറകൾ പോലെയല്ല. ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമാ, അവിടെ എന്നും താമസിക്കുന്ന അവിശ്വാസികൾക്കായിരുന്നാലും അതാ ചെയ്തു പോയ ശിക്ഷകൾക്ക് അതിന്റെ ശിക്ഷ എന്ന നിലക്ക് കുറച്ചു കാലം മാത്രം അവിടെ കഴിയുന്ന പാപികൾക്കായിരുന്നാലും, മുഖാമായാലും മുസ്തഖറായാലും എപ്പോഴും താമസിക്കുന്ന സ്ഥലമായിട്ടാണെങ്കിലും കുറഞ്ഞ സമയം കൂടുന്ന സ്ഥലമായിട്ടാണെങ്കിലും അത് വളരെ മോശമായൊരു സ്ഥലമാണ് അല്ലാഹ്. അതിൽ നിന്ന് നിന്നോട് ഞങ്ങൾ കാവല് ചോദിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾ. എന്താണ് ഇതറിയിക്കുന്നത്? ഇതറിയിക്കുന്നത് അവർ അമ്പിയാക്കളുടെ സ്വഭാവം സ്വീകരിച്ചവരാണ്. അമ്പിയാക്കളുടെ സ്വഭാവം എന്താണ്? അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അനുഗ്രഹവും ചെയ്തു കൊടുത്തവരാണ് പ്രവാചകന്മാർ. ജീവിതത്തിൽ ഒരു തെറ്റും വരാത്തവരാണ് പ്രവാചകന്മാർ. ഒരബദ്ധവും സംഭവിക്കാത്തവരാണ് പ്രവാചകന്മാർ. ലോകത്തുള്ള ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയച്ചിട്ടുള്ളവരാണ് പ്രവാചകന്മാർ. 40 വയസ്സോളം സംശുദ്ധമായ ജീവിതം നയിച്ച് ആ ജീവിതം കണ്ടുപഠിച്ച സമൂഹത്തെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്ന പ്രബോധകന്മാരാണ് അതാ പ്രവാചകന്മാർ. അവരുടെ സ്വഭാവം തന്നെ എന്താണ്? അവര് ബശീറും നദീറുമാണ്. ഒരു ഭാഗത്ത് അവർ സുവിശേഷം അറിയിക്കുന്ന, സന്തോഷ വാർത്ത അറിയിക്കുന്നവരാണ്. മറുഭാഗത്തവർ അതാ താക്കീത് ചെയ്യുന്നവരാണ്. സൽക്കർമ്മികളായി ജീവിക്കുന്നവർക്കും സത്യവിശ്വാസികൾക്കും അതാ സുവിശേഷം അറിയിക്കുന്നവരാണ്, സന്തോഷമറിയിക്കുന്നവരാണ്. മറുഭാഗത്ത് തമ്മാടികളായും അവിശ്വാസികളായും ജീവിക്കുന്നവർക്ക് വലിയ താക്കീത് ചെയ്യുന്നവരാണ് പ്രവാചകന്മാർ. പക്ഷെ ആ പ്രവാചകന്മാരുടെ സ്വഭാവം എന്താണ്? പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഭയവും പ്രതീക്ഷയും. ഭയവും പ്രതീക്ഷയും അത് രണ്ടും ഒരേ സമയത്ത് മനസ്സിൽ ഒത്തിണങ്ങിയവരാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ സ്വഭാവമാണ് വാസ്തവത്തിൽ ഈ മഹാന്മാരുടെ സ്വഭാവത്തിലും ജീവിതത്തിലും നമ്മൾ കാണുന്നത്. അതാണ് ഖുർആൻ പറയുന്നു പ്രവാചകന്മാരെ സംബന്ധിച്ച്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദഊനനാ റഗബൻ വറഹബാ.
وكانوا لنا خاشعين. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയ എന്ന് പറഞ്ഞൊരു സൂറത്ത് തന്നെയുണ്ട്. പ്രവാചകന്മാരെ സംബന്ധിച്ച് പറയുന്ന സൂറത്താണത്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകം ചില പ്രവാചകന്മാരുടെ പേരിൽ പ്രത്യേകം സൂറത്തുണ്ട്. അതേ ആ സൂറത്തുകൾ സൂറത്ത് മുഹമ്മദ്, സൂറത്ത് നൂഹ്, സൂറത്ത് ഇബ്രാഹിം തുടങ്ങി പ്രവാചകന്മാരുടെ പേരിൽ പ്രത്യേകം സൂറത്തുണ്ട്. എന്നാൽ സൂറത്തുൽ അംബിയ എന്ന് പറഞ്ഞ് പ്രത്യേകം അംബിയാക്കളെ മൊത്തത്തിൽ പറയുന്ന പ്രത്യേകം സൂറത്ത് പരിശുദ്ധ ഖുർആനിലുണ്ട്. ആ സൂറത്തിൽ അല്ലാഹു പറയുകയാണ്, ഇന്നഹും കാനൂ സാരിഊന ഫിൽ ഖൈറാത്ത്. ആ പ്രവാചകന്മാർ നല്ല കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുന്നവരായിരുന്നു, നല്ല കാര്യങ്ങളിൽ ഉളരിപ്പോകുന്നവരായിരുന്നു, നല്ല കാര്യങ്ങൾ പിന്നീട് ചെയ്യാമെന്ന് വെച്ച് പിന്തിക്കുന്നവരല്ല, നന്മകൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുന്നവരാണവർ. വയദ്ഊനനാ റഹബൻ വറഹബാ. നന്മ ചെയ്യുന്നത് കൊണ്ട് അവരതാ യജമാനനായ റബ്ബിനെ ഭയപ്പെടാതിരിക്കുന്നില്ല. അതേസമയത്ത് യജമാനനായ റബ്ബിന്റെ റഹ്മത്തിൽ അവർ ആശമുറിയുന്നവരുമല്ല. യദ്ഊനനാ റഗബൻ വറഹബാ. പ്രവാചകന്മാര് നമ്മളോട് പ്രാർത്ഥിക്കുന്നവരാണ്. റഗബൻ വറഹബാ, വലിയ പ്രതീക്ഷയുള്ളവരായ നിലക്ക്, അതേ അങ്ങേയറ്റത്തെ ഭയമുള്ളവരായ നിലക്കും. അങ്ങനെ ഭയവും പ്രതീക്ഷയും രണ്ടും ഒരേ സമയത്ത് ഒത്തിണങ്ങിയ ഒത്തുചേർന്ന ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നവരാണവർ. പ്രവർത്തന രംഗത്ത് സൽക്കർമ്മങ്ങളിലെല്ലാം മുൻപന്തിയിലുള്ളവരാണവർ. വകാനൂ ലനാ ഖാശിഈൻ. അവര് നമ്മളെ ഭയപ്പെടുന്ന ഭക്തന്മാരായ മഹാന്മാരാണ്. ഇത് സഹോദരന്മാരെ, പ്രവാചകന്മാർക്കും പ്രവാചകന്മാരെ പിന്തുടർന്ന് ജീവിക്കുന്നവർക്കും അള്ളാഹു നൽകുന്ന സവിശേഷതയാണ്. അവര് ഭക്തിയുള്ളവരാണ്, സൽക്കർമ്മികളാണ്. അതോടുകൂടെ തന്നെ അവർ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയർപ്പിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ ശിക്ഷയിൽ ഭയം ഉൾക്കൊള്ളുന്നവരുമാണ്. ഈ കാര്യങ്ങൾ പ്രവാചകന്മാരുടെ സവിശേഷതയാണ്. അത് തന്നെയാണ് മഹാന്മാരായ സജ്ജനങ്ങൾക്ക് അല്ലാഹു ജല്ല ജലാലുഹു ആ സജ്ജനങ്ങളല്ലേ പ്രവാചകന്മാരുടെ അനന്തരക്കാർ, അവരല്ലേ പ്രവാചകന്മാരുടെ പിൻഗാമികൾ. അവർക്കും ഈ സവിശേഷത അല്ലാഹു ജല്ല ജലാലുഹു പറയുകയാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. ഇവിടെ ആരിഫീങ്ങൾക്കും പണ്ഡിതന്മാർക്കും ഒരുപാട് പറയാനുണ്ട്. അവർ പറഞ്ഞ വിഷയങ്ങളൊക്കെ കൂടി ഒരു ദിവസമോ 100 ദിവസമോ പറഞ്ഞാൽ ഇവിടെ തീരുന്ന കാര്യമല്ല. ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. ഭയം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ കൊടുക്കുന്ന ഒരു വലിയ സമ്മാനമാണ് ഭയം. ഭയമില്ലാത്ത മനുഷ്യൻ എന്തും ചെയ്യാൻ തുനിഞ്ഞ്. പക്ഷേ ഭയം ഉണ്ടാകുന്നത് ആർക്കാണ്? ഭയം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഭയം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് വിവരമുള്ളവർക്കാണ്. വിവരമില്ലാത്തവർക്ക് ഭയമില്ല. നിങ്ങൾ നോക്കൂ, ഒരു നല്ല മൂർഖൻ പാമ്പ്, ഒരു വലിയ വിഷജന്തു, ആ മൂർഖൻ പാമ്പിന്റെ വിഷത്തെക്കുറിച്ച് ബോധമുള്ളവൻ, പാമ്പ് കടിച്ചാലുള്ള വിഷമങ്ങളെക്കുറിച്ച് അറിയുന്നവൻ, ഈ പാമ്പിന്റെ വിഷത്തെക്കുറിച്ച് അറിയുന്നവൻ ആ പാമ്പിനെ ഭയപ്പെടുന്നുണ്ട്. അതേ സമയത്ത് 1.5 വയസ്സോ 2 വയസ്സോ ഉള്ള ചെറിയ കുട്ടി, ആ കുട്ടിക്ക് മൂർഖൻ പാമ്പിന്റെ വിഷം എന്താണെന്ന് അറിയുന്നില്ലെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പാമ്പിനെ ഭയപ്പെടുന്ന പ്രശ്നമില്ല. നമുക്കറിയാം, തേളിനെ നമ്മൾ ഭയപ്പെടുമ്പോൾ ചെറിയ കുട്ടികൾ തേളിനെ എടുത്ത് മടിയിലിട്ടെന്ന് വരും, പുയ്ത്തേളിനെ പോയി പിടിച്ചെന്ന് വരും, ചെലന്തിയെ പോയി തൊട്ടുവെന്ന് വരും. കാരണം അവർക്ക് അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് അറിയില്ല. അതേ, കാരണം അറിവില്ല. ഇതുപോലെ സഹോദരന്മാര്, ഓരോ വസ്തുവിനെ സംബന്ധിച്ചും അറിവുണ്ടാകുമ്പോഴാണ് ഭയമുണ്ടാകുന്നത്. തീ കൊണ്ട് പൊള്ളുമെന്നറിയാത്ത ചെറിയ കുട്ടിക്ക് തീക്കട്ട പിടിക്കുന്നതിന് പേടിയില്ല. കത്തി കൊണ്ട് മുറിയുമെന്ന് അറിയാത്ത ചെറിയ കുട്ടികൾക്ക് കത്തി കൊണ്ട് കളിക്കുന്നതിന് മടിയില്ല. അവരുടെ കയ്യിൽ നിങ്ങൾ പിസ്റ്റോൾ കൊടുത്താലും അവരതുകൊണ്ട് കളിക്കും, അവർ വെടിവെക്കും. അതിന്റെ അബദ്ധം എന്താണെന്ന് അവർക്കറിയില്ല. ഇവിടെ നിങ്ങൾ ഓർക്കണം,
അറിവുള്ളവനാണ് ഒരു വിഷയവുമായി ബന്ധപ്പെടുമ്പോൾ അതാ ഭയമുണ്ടാവുക. നിങ്ങൾ നോക്കൂ, ഒരു രാജാവിന്റെ അധികാരത്തെ സംബന്ധിച്ച് അറിവുള്ള ഒരു പ്രജ ആ രാജാവിന്റെ നിയമപ്രകാരം ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു കാര്യം നിയമവിരുദ്ധമായി ചെയ്തുപോയി. ആ നിയമവിരുദ്ധമായി ചെയ്തത് ആ രാജാവ് അറിഞ്ഞു എന്നവന് മനസ്സിലായി, അല്ലെങ്കിൽ രാജാവിന്റെ ഉദ്യോഗസ്ഥന്മാർ അത് കണ്ടുപിടിച്ചു എന്ന് മനസ്സിലായി. എന്നാൽ ആ മനുഷ്യൻ എത്രയാണ് ഭയപ്പെടുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ 2-3 ദിവസം മുമ്പ് UAE-യിലുള്ളപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വളരെ വിഷമത്തോടെ വന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ പ്രശ്നം നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണ്? അദ്ദേഹം നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്തുപോയി. ആ ചെയ്തുപോയത് ഉദ്യോഗസ്ഥന്മാരുടെ ദൃഷ്ടിയിൽ പെട്ടുപോയി. അദ്ദേഹം ഇപ്പോൾ ഭയപ്പെടുകയാണ്. ആ ഭയം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ മാറി നിൽക്കുന്നില്ല. ഓരോ സെക്കൻഡിലും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഭയം അതാണ്. അതിന്റെ പേരിൽ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, എത്രയാണ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, ആരോടെല്ലാമാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത്, എത്രയാണ് അദ്ദേഹം നേർച്ച ചെയ്യുന്നത്. കാരണം ഒരു രാജ്യത്ത് ജീവിക്കുന്ന സമയത്ത് ആ രാജ്യത്ത് നടപടിക്രമം സ്വീകരിക്കാൻ കഴിവുള്ള ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹം അവിടെ ചെന്ന് വർഷങ്ങളായി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ ചെയ്തതെല്ലാം നിയമപരമാണ്. ഒരു കാര്യം അദ്ദേഹം നിയമവിരുദ്ധമായി ചെയ്തത് അതാ ഭരണാധികാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടു, അല്ലെങ്കിൽ ഭരണാധികാരിയുടെ പ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭയം എത്രയാണ്. ഓ സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, എന്റെയും നിങ്ങളുടെയും സർവ്വരഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന ഒരു രാജാവ്. ആ രാജാവിന്റെ നിയമങ്ങൾ എല്ലാം ജീവിതത്തിൽ പകർത്തിയെങ്കിൽ തന്നെ ഒരൊറ്റ നിയമം, ആ രാജാവിന്റെ വെള്ളം കുടിച്ച് അവന്റെ ഭൂമിയിൽ താമസിക്കുമ്പോൾ, അവന്റെ ഭക്ഷണം കഴിച്ച് ജീവിക്കുമ്പോൾ, അവൻ തന്നെ ആരോഗ്യത്തോടെ ജീവിക്കുമ്പോൾ, അവൻ തന്നെ കണ്ണുകൊണ്ട് കാണുകയും അവൻ തന്നെ കാതുകൊണ്ട് കേൾക്കുകയും അവൻ തന്നെ കൈകൊണ്ട് പിടിക്കുകയും അവൻ തന്നെ കാലുകൊണ്ട് നടക്കുകയും അവൻ തന്നെ നാവുകൊണ്ട് സംസാരിക്കുകയും അവൻ തന്നെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയും അവൻ തന്നെ ശരീരവുമായി ലോകത്ത് ജീവിക്കുകയും അവന്റെ സൂര്യന്റെ വെളിച്ചം അനുഭവിക്കുകയും അവൻ തന്നതെല്ലാം അനുഭവിക്കുകയും ചെയ്യുന്ന അടിമയായ മനുഷ്യൻ ഒരേ ഒരു കാര്യം ജീവിതത്തിൽ ആ രാജാവിന്റെ നിയമം തെറ്റി ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ചോദിക്കട്ടെ, ആ രാജാവിന്റെ കോടതിയിലെത്തി എനിക്കവൻ മാപ്പ് തന്നു എന്ന് ഉറപ്പ് ലഭിക്കുന്നതുവരെ ആ രാജാവിനെ കുറിച്ച് അറിവുള്ള, രാജാവിന്റെ അധികാരത്തെ കുറിച്ച് അറിവുള്ള, ആ രാജാവിന്റെ കഴിവിനെ കുറിച്ച് വിശ്വാസമുള്ള, ആ രാജാവിന്റെ അറിവിനെ സംബന്ധിച്ച് ബോധമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന് മാപ്പ് കിട്ടി എന്ന് ഉറപ്പു വരുന്നത് വരെ അവന്റെ മനസ്സിലുണ്ടാകേണ്ട ഭയം എത്രയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഇനി നിങ്ങളോട് ഞാൻ പറയട്ടെ, ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ ഭയപ്പെടാറില്ലേ? മലവെള്ളം വരുന്ന സമയത്ത് നമ്മൾ ഭയപ്പെടുന്നത് വെള്ളത്തോട് നമ്മൾ ഒരു തെറ്റ് ചെയ്തത് കൊണ്ടല്ല. ഒരു സ്ഥലത്ത് തീ പിടിക്കുമ്പോൾ നാം തീയെ ഭയപ്പെടുന്നത് ആ തീ എന്ന് പറയുന്ന സാധനത്തോട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തത് കൊണ്ടല്ല, ആ തീ നമ്മളോടൊന്ന് കൽപ്പിച്ചിട്ട് ചെയ്യാത്തത് കൊണ്ടുമല്ല. തീ എന്ന് പറയുന്ന സാധനത്തിന്റെ അതിന്റെ ശക്തി, ആ മലവെള്ളത്തിന്റെ ശക്തി, അതുപോലെ ഒരു വന്യമൃഗം, ആ കാട്ടാനയുടെ ശക്തി അല്ലെങ്കിൽ സിംഹത്തിന്റെ ശക്തി, അതിന്റെ ശക്തിയെ കുറിച്ച് ഓർക്കുമ്പോൾ ബുദ്ധിയുള്ള മനുഷ്യൻ, അതിനെ സംബന്ധിച്ചറിയുന്ന മനുഷ്യൻ പേടിച്ചു വിറക്കുന്നില്ലേ? ഇല്ലേ? എങ്കിൽ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ കഴിവിനെ സംബന്ധിച്ചും അവന്റെ അധികാരത്തെക്കുറിച്ചും അറിയുന്ന അടിമ അള്ളാഹുവിനെ എത്ര ഭയപ്പെടേണ്ടതുണ്ട് എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇനി ഞാൻ പറയട്ടെ, ഭർത്താവിന്റെ സ്നേഹം വിട്ടുപോകുമോ എന്ന് ഭയപ്പെടുന്ന ഭാര്യമാരില്ലേ? എന്റെ ഭർത്താവിന്റെ കൈയൊഴിക്കുമോ എന്ന് ഭയപ്പെടുന്ന ഭാര്യമാരില്ലേ? സ്നേഹം വിട്ടുപോകുന്നതിനുള്ള ഭയം. എന്റെ ബാപ്പയും ഉമ്മയും എന്നെ കൈയൊഴിക്കുമോ എന്ന് ഭയപ്പെടുന്ന മക്കളില്ലേ? എന്റെ മുതലാളി എന്നെ കൈയൊഴിക്കുമോ എന്ന് ഭയപ്പെടുന്ന തൊഴിലാളിയില്ലേ? എന്റെ ഉസ്താദിന് എന്നോട് വെറുപ്പുണ്ടാകുമോ എന്ന് ഭയപ്പെടുന്ന ശിഷ്യന്മാരില്ലേ? ഞാൻ ചോദിക്കട്ടെ, സ്നേഹം വിട്ടുപോകുന്നതിനുള്ള ഭയം. എന്നാൽ അതാ ഉമ്മയുടെ വയറ്റിലുള്ള സമയത്ത് സ്പെഷ്യൽ കുഴലിലൂടെ വെള്ളവും ഭക്ഷണവും തന്ന രാജാവ്, എന്നെയും നിങ്ങളെയും ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയ രാജാവ്, ഞാനും നിങ്ങളും ചോദിക്കാതെ കണ്ണു തന്ന രാജാവ്,
ചോദിക്കാതെ കാതു തന്ന രാജാവ്, ചോദിക്കാതെ എല്ലാം തന്ന രാജാവ്, എല്ലാം തന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിച്ചു തന്ന രാജാവ്, ആ രാജാവിനെ സ്നേഹിക്കുകയല്ലേ വാസ്തവത്തിൽ ഈമാനുള്ള മനുഷ്യൻ ചെയ്യുന്നത്? അതല്ലേ സത്യവിശ്വാസിയുടെ കടമ, അതല്ലേ മനുഷ്യത്വമുള്ളവന്റെ കടമ, അതല്ലേ നന്ദിയുള്ളവന്റെ കടമ. ആ രാജാവിനെ സ്നേഹിക്കലല്ലേ? എന്നാൽ ആ രാജാവിന്റെ സ്നേഹം ഇങ്ങോട്ടും ലഭിക്കുമ്പോഴല്ലേ വിജയം? ആ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ? ആ സ്നേഹം എനിക്ക് കുറഞ്ഞു പോകുമോ? എന്നെ എന്റെ രാജാവ് കൈയൊഴിക്കുമോ? ഈ ഭയവും ഏറ്റവും കൂടുതൽ വേണ്ടത് അള്ളാഹുവിന്റെ മുന്നിൽ തന്നെയല്ലേ? ഓ സഹോദരന്മാരെ, ഈ ഭയമെന്ന് പറയുന്നത് അല്ലാഹു ജല്ല ജലാലുഹു ഒരു ചാട്ടവാറ് പോലെ വെച്ച വസ്തുവാണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു. എന്തിനാണ് അല്ലാഹു ഈ ഭയം മുഅ്മിനിന്റെ ഖൽബിലിട്ട് തന്നത്? എന്തിനാണ് ആ ഭയം ഇട്ടു തന്നത്? ഇമാം ഗസാലി റഹിമഹുല്ലാഹ് വിവരിക്കുകയാണ്. ഓ ജനങ്ങളെ, ചെറിയ കുട്ടികളെ അവരുടെ ജീവിതത്തിന്റെ സ്വഭാവവും കർമ്മവും നന്നാകാൻ വേണ്ടി നമ്മൾ വടി കാണിച്ച് ഭയപ്പെടുത്താറില്ലേ? അതേ, സ്നേഹിക്കുന്ന ബാപ്പ കയ്യിൽ വടി പിടിക്കുന്നില്ലേ? സ്നേഹിക്കുന്ന ഗുരുനാഥൻ കയ്യിൽ വടി പിടിക്കുന്നില്ലേ? ഈ വടി കയ്യിൽ പിടിച്ചത്, ചാട്ടവാറ് കയ്യിൽ പിടിച്ചത് ഈ ചാട്ടവാറ് കൊണ്ട് ഭയപ്പെടുത്താനാണല്ലോ. എന്നാൽ വേണ്ടി വന്നാൽ അടിക്കും. പക്ഷേ ആ അടി ചെറിയ അടിയാണെന്ന് തോന്നിയാൽ കുട്ടി നന്നാവുകയില്ലല്ലോ. അതിനാൽ അടിക്കുന്ന വടിയും ആ വടി കൊണ്ടുള്ള അടിയും അത് വളരെ ശക്തമാണെന്ന ബോധം കുട്ടിയുടെ മനസ്സിലുണ്ടായേ പറ്റൂ. എങ്കിലേ ഈ കുട്ടി നന്നാവുകയുള്ളൂ. അതിന്റെ പുറമെ നമ്മൾ ഓർക്കണം സഹോദരന്മാരെ, അതാ ആ കുട്ടിയെ അമിതമായി അടിച്ചാലോ, അമിതമായി പരിക്കു പറ്റുന്ന വിധത്തിൽ അടിച്ചാലോ, അങ്ങനെ അടിച്ചാൽ ആ കുട്ടിക്ക് കേടുവരും. അമിതമായി ആ കുട്ടിയെ അടിച്ചാൽ ചിലപ്പോ കുട്ടി മരിച്ചു പോകും. ഇതുപോലെ അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ അടിമകൾ, ആ അടിമകൾ അവരുടെ ബുദ്ധിക്ക് തകരാറ് സംഭവിക്കരുത്. അവർ അല്ലാഹുവിങ്കിൽ നിന്ന് അകന്നു പോകരുത്. അവര് നിരാശരായി പോകരുത്. അതേ സമയത്ത് നിർഭയരായി എന്തും ചെയ്യാമെന്ന ഹുങ്ക് അവരിൽ വളരുകയും ചെയ്യരുത്. അതുകൊണ്ട് റഹ്മാനായ റബ്ബ് അവൻ പറയുന്നത് എന്താണ്? നബ്ബി ഇബാദി അന്നീ അനൽ ഗഫൂറുർ റഹീം ഇന്ന അദാബി ഹുവൽ അദാബുൽ അലീം. അല്ലാഹു പറയുകയാണ്, എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കൂ നബിയേ, അന്നീ അനൽ ഗഫൂറുർ റഹീം, ഞാൻ ധാരാളം മാപ്പ് കൊടുക്കുന്ന രാജാവാണ്, ഞാൻ കാരുണ്യം ചെയ്യുന്ന രാജാവാണ്. അതുകൊണ്ട് എന്ത് തെറ്റ് ചെയ്തു പോയവരും എന്ത് അബദ്ധം സംഭവിച്ചവരും അവൻ നിരാശനായി പോകണ്ട. ഞാൻ അവനെ സ്നേഹിക്കുകയില്ലെന്നോ സ്വീകരിക്കുകയില്ലെന്നോ ഞാൻ അവനെ എടുക്കുകയില്ലെന്നോ എന്നൊരു ധാരണ വന്ന് അവൻ നിരാശനായി പോകണ്ട. അടിശക്തമായിട്ട് മരിച്ചു പോകാൻ പാടില്ലല്ലോ. ഇതുപോലെ ഭയം ശക്തമായി നിരാശയിൽ പെട്ടുപോയിക്കൂടല്ലോ. അതുകൊണ്ട് അല്ലാഹു പറയാണ്, അന്നീയനൽ ഗഫൂറുർ റഹീം, ഞാൻ ധാരാളം പുറത്തു കൊടുക്കുന്ന രാജാവാണ്, മാപ്പ് കൊടുക്കുന്ന രാജാവാണ്. അർ-റഹീം, ഞാൻ റഹ്മത്ത് ചെയ്യുന്ന രാജാവാണ്. പക്ഷേ അത് കേട്ടിട്ട് എന്തും ചെയ്യാമെന്ന ഹുങ്ക് വേണ്ട. ഏത് പ്രവർത്തനത്തിലും ചാടിയിറങ്ങണ്ട. എന്തും നാവ് കൊണ്ട് സംസാരിക്കണ്ട. എന്തും വയറ്റിലേക്ക് എടുത്ത് തിന്നുകയും കുടിക്കുകയും വേണ്ട. എങ്ങനെയും എവിടെയും പെരുമാറാമെന്ന തോന്നല് വേണ്ട. അന്നദാബി ഹുവൽ അദാബുൽ അലീം, എന്റെ ശിക്ഷ അത് കഠിനമായ ശിക്ഷയാണ് കേട്ടോ. വല്ലാതെ വേദനിപ്പിക്കുന്ന ശിക്ഷയാണ് കേട്ടോ. വേദനിപ്പിക്കപ്പെടുന്ന ശിക്ഷയാണ് കേട്ടോ. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് ജീവിച്ചോളണം. അല്ലാഹു ജല്ല ജലാലുഹു മനുഷ്യരെ നിരാശനാകാൻ അനുവദിക്കുന്നില്ല. അതേ സമയത്ത് മനുഷ്യനെ നിർഭയനാകാൻ
അങ്ങനെയും അല്ലാഹു വിടുന്നില്ല. അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ അടിമക്ക് അനുഗ്രഹം ചെയ്യാൻ ഉദ്ദേശിച്ചതുകൊണ്ട് തന്നെ അവൻ നേർക്കുനേരെ ജീവിക്കാൻ വേണ്ടി അവനെ ഭയപ്പെടുത്തുന്നു. അതേ സമയത്ത് തന്നെ അവൻ തെറ്റ് ചെയ്തു പോയവൻ ഖേദിക്കുമ്പോൾ അവനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് അവൻ ആശ നൽകുകയും ചെയ്യുന്നു. അതിനാൽ മുഅ്മിനായ മനുഷ്യൻ, ആ മുഅ്മിനായ മനുഷ്യന്റെ മനസ്സ് എപ്പോഴും ഭയവും പ്രതീക്ഷയും ഉൾക്കൊള്ളുന്ന മനസ്സാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം ഭയവും പ്രതീക്ഷയുമാണ്. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അല്ലാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ടും ജീവിക്കുന്നവനാണ് വാസ്തവത്തിൽ സഹോദരന്മാരെ ശരിയായ സത്യവിശ്വാസി. അവനാണ് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട അടിമ. എന്നാൽ ഇവിടെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പണ്ഡിതന്മാരിൽ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, മക്കളെ, വഅദ് കേൾക്കുമ്പോൾ കരയുന്ന ചിലരുണ്ട്, വഅദ് പറയുമ്പോൾ കരയുന്ന ചിലരുണ്ട്. വെറും ഒരു താൽക്കാലികമായ കരച്ചിൽ മാത്രമാണോ ഭയം? അല്ല, അല്ല. ഭയം കൊണ്ട് കരയുന്നവർക്ക് പ്രതിഫലമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. പക്ഷേ കണ്ണിൽ നിന്നൊരൽപ്പം കണ്ണുനീരൊലിപ്പിക്കുന്നത് കൊണ്ട് ശരിയായ ഭയമുള്ളവനാണെന്ന ധാരണ വേണ്ട. ലൈസൽ ഖായിഫു മൻ യബ്കി വയംസഹു ഐനൈഹി. അല്ലാഹുവിനെ ഭയപ്പെട്ടവനാരാണ്? അവൻ കരഞ്ഞുകൊണ്ട് കണ്ണ് തുടക്കുന്നവനാണെന്ന് ധരിക്കരുത്. ശരിയായ ഭയമുള്ളവൻ, ശരിയായ ഭയം അല്ലാഹുവിനെ ഭയപ്പെടുന്നവനാരാണ്? അവൻ കരഞ്ഞ് കണ്ണ് തുടക്കുന്നവനല്ല. സുബ്ഹാനല്ലാഹ്. അത് അടികിട്ടുന്ന സമയത്ത് മാത്രം ബാപ്പയുടെ മുമ്പിൽ നിലവിളിക്കുന്ന ചില മക്കളില്ലേ, അവര് കുറച്ചു കഴിയുമ്പോ പിന്നെയും വികൃതിയുമായി മുന്നോട്ട് പോവുകയാണ്. ആ കരയുന്ന സമയത്തും ബാപ്പ കാണാതെ തെറ്റ് ചെയ്യണമെന്ന ചിന്തയിലാണ്. ആ കുട്ടി യഥാർത്ഥത്തിൽ അതാ ബാപ്പയെ വേണ്ടതുപോലെ ഭയപ്പെട്ടവനല്ല. അവൻ ബാപ്പയുടെ മഹത്വം അംഗീകരിച്ചവനല്ല, ബാപ്പയെ വേണ്ടതുപോലെ സ്നേഹിച്ചവനല്ല. അതീ വടി കാണുന്ന സമയത്തുള്ള കരച്ചിലാണല്ലോ. ഇതുപോലെ നരകത്തെ കുറിച്ചങ്ങ് കേൾക്കുമ്പോ, ഖബറിനെ കുറിച്ചങ്ങ് കേൾക്കുമ്പോ, മരണത്തെ കുറിച്ചങ്ങ് കേൾക്കുമ്പോ അപ്പോൾ മാത്രം കണ്ണീരൊഴുക്കുന്നവൻ, അല്ലെങ്കിൽ അത് പറയുന്ന സമയത്ത് മാത്രം കണ്ണീരൊഴുക്കുന്നവൻ, അവൻ ശരിയായ ഭയം ഹൃദയത്തിലുള്ളവനല്ല. ലൈസൽ ഖായിഫു മൻ യബ്കി വയംസഹു ഐനൈഹി. ബൽ, പിന്നെ ആരാണ് അല്ലാഹുവിനെ ശരിക്ക് ഭയപ്പെടുന്ന അടിമ? ആരാണ്? മൻ യത്റുകു മാ യഖാഫു അൻ യുആഖബ അലൈഹി. അല്ലാഹുവിന്റെ ശിക്ഷ, ആ ശിക്ഷ വരാൻ കാരണമാകുന്ന വിഷയങ്ങൾ എന്തുണ്ടോ, അല്ലാഹുവിന്റെ ശിക്ഷ വരാൻ കാരണമാകുന്ന കാര്യങ്ങൾ എന്തുണ്ടോ, അത് പൂർണ്ണമായി ജീവിതത്തിൽ കൈയൊഴിക്കുന്നവനാണ് അല്ലാഹുവിനെ ശരിക്ക് ഭയപ്പെടുന്നവൻ. അല്ലാഹുവിനെ ശരിക്ക് ഭയപ്പെടുന്നവൻ ആരാണ്? അതേ ശിക്ഷക്ക് കാരണമാകുന്ന, അല്ലാഹുവിന്റെ ശിക്ഷക്ക് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കൈയൊഴിക്കുന്നവനാരോ അവനാണ് യഥാർത്ഥത്തിൽ ശരിയായ ഭയമുള്ളവൻ. കേട്ടു ഇമാം ഗസാലി റഹിമഹുല്ലാഹ് വിവരിക്കുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പിന്നെയും പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, മറ്റു വസ്തുക്കളെ ഭയപ്പെടും പോലെയല്ല റബ്ബിനോടുള്ള ഭയം. മറ്റുള്ള വസ്തുക്കളെ ഭയപ്പെട്ടാൽ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പാമ്പിനെ ഭയപ്പെടുന്നവൻ പാമ്പിൽ നിന്ന് ഓടുകയാണ്, സിംഹത്തെ ഭയപ്പെടുന്നവൻ സിംഹത്തെയും വിട്ട് ഓടുകയാണ്, മലവെള്ളത്തെ ഭയപ്പെടുന്നവൻ വെള്ളത്തിൽ നിന്ന് ഓടിപ്പായുകയാണ്, തീ കത്തിപ്പോകുന്നതിനെ ഭയപ്പെടുന്നവൻ തീയിൽ നിന്ന് ഓടിമറയുകയാണ്. എന്നാ മോനെ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവൻ അങ്ങനെയല്ല. കാരണം അല്ലാഹുവിങ്കിൽ നിന്ന് നീ എവിടേക്ക് ഓടാനാണ്, എവിടേക്ക് മറയാനാണ്? നീ അല്ലാഹുവിൽ ഓടിയിട്ട് എവിടെ പോകാനാണ്? അല്ലാഹുവിനെ ഭയപ്പെടുന്നവന്റെ സ്ഥിതി എന്താണ്? അതേ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവന്റെ സ്ഥിതി, സുബ്ഹാനല്ലാഹ്, ഏതായാലും ഞാൻ എന്റെ ബാപ്പയുടെ മുന്നിൽ പെട്ടു, ബാപ്പ എന്നെ ശിക്ഷിക്കുമെന്നുറപ്പുള്ള മകൻ ബാപ്പയെ പോയി കെട്ടിപ്പിടിച്ച് നിലവിളിച്ച് കരയുന്നത് കണ്ടിട്ടില്ലേ? ബാപ്പയുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ ഓടുകയല്ല. കാരണം ഓടാൻ ഇവിടെ സാധ്യമല്ലെന്ന് കണ്ട ആ കുട്ടി ബാപ്പയെ പോയി അതാ അണച്ചു പിടിച്ച് പൊട്ടിക്കരയുകയല്ലേ? ഇതേ നിലക്ക് തന്നെ മഹാന്മാര് പറയുന്നു, മൻ ഖാഫ ശൈഅൻ ഹറബ മിൻഹു. ഒരു മനുഷ്യനൊന്നിനെ ഭയപ്പെട്ടാൽ ആ ഭയപ്പെടുന്നതിൽ നിന്ന് ഓടിപ്പായലാണ് പതിവ്. പക്ഷേ വമൻ ഖാഫല്ലാഹ
ഹറബ ഇലൈഹി. അല്ലാഹുവിനെ ഭയപ്പെടുന്ന അടിമ അല്ലാഹുവിനോട് എത്ര ഭയമുണ്ടോ അത്രയും അല്ലാഹുവിലേക്ക് അങ്ങോട്ടോടുകയാണ്, അങ്ങോട്ടടുക്കുകയാണ്, അല്ലാഹുവിലേക്ക് അങ്ങോട്ട് നീങ്ങുകയാണ്. കാരണം ഓടി നിനക്ക് മറയാനൊരു സ്ഥലത്തും സാധ്യമല്ല, അവരിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ശരിയായൊരു വിശ്വാസി, അല്ലാഹുവിനെ ഭയപ്പെടുന്ന വിശ്വാസി, അവൻ ചെയ്യുന്നത് എന്താണ്? അവൻ അല്ലാഹുവിനെ ഭയപ്പെടുമ്പോൾ അവന്റെ മനസ്സുകൊണ്ടും അവന്റെ ശരീരം കൊണ്ടും അവന്റെ ആത്മാവ് കൊണ്ടും അവന്റെ സമ്പത്ത് കൊണ്ടും അവനതാ അല്ലാഹുവിലേക്ക് അങ്ങോട്ടോടുന്നു. അതാണ് ശരിയായ ഖായിഫ്, അതാണ് ശരിയായ ഭയപ്പെടുന്നവൻ. ഓ സഹോദരന്മാരെ, ഭയം, ശരിയായ ഭയം ഹൃദയത്തിൽ വന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? അതേ, നല്ല തേന് കുടിക്കാൻ വലിയ ആശയുണ്ട്, പക്ഷേ ആ തേനിൽ വിഷം ചേർന്നിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ആ വിഷം കുടിച്ചാൽ, ആ തേന് കുടിച്ചാൽ അത് എന്റെ ശരീരത്തിന് ഹാനികരമാണ്, എന്റെ ആത്മാവിന് ഹാനികരമാണ് എന്ന് ബോധ്യമുള്ളൊരു മനുഷ്യൻ തേനും കൊണ്ടതാ വിഷം ചേർത്ത തേനുമായി സുഹൃത്തുക്കൾ വന്ന് കുടിക്കൂ എന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, അവൻ ആ തേനിനെ വെറുക്കുകയാണ്, ആ തേനിനെ അവൻ തട്ടിമാറ്റുകയാണ്. സുഹൃത്തുക്കൾ വന്ന് വിഷം ചേർത്ത തേന് അവന്റെ തൊള്ളയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അവൻ പൂട്ടിപ്പിടിക്കുകയാണ്, അവന്റെ കൈ കൊണ്ട് തടുക്കുകയാണ്, അവന്റെ കാലുകൊണ്ട് തടുക്കുകയാണ്, അവൻ ഓടിപ്പായാൻ ഒരുങ്ങുകയാണ്. മധുരമുള്ള തേനാണ്, പക്ഷേ ആ തേനിൽ വിഷം ചേർന്നിട്ടുണ്ടെന്ന് അവൻ ഉറപ്പുള്ളതിനാൽ സുബ്ഹാനല്ലാഹ്, പഞ്ചസാരയുടെ രോഗമുള്ളവൻ, ഷുഗറിന്റെ അസുഖമുള്ളവൻ, അവനോട് സ്നേഹത്തോടെ ഭാര്യ പഞ്ചസാരയുള്ള ചായ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അവളെ വെറുക്കുകയാണ്. നീ എന്നെ കൊല്ലുകയാണോ? അവനതാ ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മറുഭാഗത്ത് അതേ പ്രഷറിന്റെ രോഗമുള്ളവൻ, ഉപ്പിട്ട മാംസമാണ് അവന് ഇഷ്ടം, ഉപ്പിട്ട ഭക്ഷണമാണ് അവനിഷ്ടം. പക്ഷേ ആ ഉപ്പിട്ട ഭക്ഷണം കൊണ്ടുവരുന്നവനോട് അവന് വെറുപ്പാണ്, ആ ഭക്ഷണത്തോടും അവന് വെറുപ്പാണ്. അല്ലേ, അതേ മറുഭാഗത്ത് കൊഴുപ്പിന്റെ രോഗമുള്ളവൻ, കൊഴുപ്പുള്ളത് തിന്നാൻ അവൻ ആശയാണ്, പക്ഷേ ആ കൊഴുപ്പുള്ള ഭക്ഷണം മുന്നിൽ കൊണ്ട കൊടുക്കുന്നവനോട് അവന് മനസ്സുകൊണ്ട് വെറുപ്പാണ്. അതാ അവൻ വെറുക്കുകയാണ്. എന്താ കാരണം? ഭവിഷ്യത്തിനെ കുറിച്ച് ഭയമുള്ളത് കൊണ്ടല്ലേ. എന്നാ ചെറുപ്പക്കാരേ, അല്ലാഹുവിന്റെ ശിക്ഷയെ കുറിച്ച്, അല്ലാഹുവിനെ സംബന്ധിച്ച് ശരിയായ ബോധം നമ്മുടെ മനസ്സിൽ അങ്ങ് വന്നാൽ നമ്മളുടെ പ്രകൃതി ഇഷ്ടപ്പെടുന്ന പലതും നമ്മൾ വെറുക്കും കേട്ടോ. അവിടെയാണ് അതാ കള്ളു കുടിക്കുന്നതിനെ ഈമാനുള്ളവൻ വെറുക്കുന്നു, വ്യഭിചാരത്തെ ഈമാനുള്ളവൻ വെറുക്കുന്നു, അന്യന്റെ സ്വത്ത് ഹലാലല്ലാത്ത വിധത്തിൽ കയ്യിൽ വന്ന് പെട്ടുപോകുന്നതിനെ ഈമാനുള്ളവൻ വെറുക്കുന്നു, ഗീബത്ത് പറയുന്ന സദസ്സ് അവൻ വെറുക്കുന്നു, നമീമത്ത് പറയുന്ന സദസ്സ് അവൻ വെറുക്കുന്നു, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്ന സദസ്സ് അവൻ വെറുക്കുന്നു, തങ്ങന്മാരെ നിസാരപ്പെടുത്തുന്ന സംസാരം അവൻ വെറുക്കുന്നു, മുഅ്മിനീങ്ങളെ ചീത്ത പറയുന്ന സദസ്സ് അവൻ വെറുക്കുന്നു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു പക്ഷേ നമ്മുടെ പ്രകൃതി, ആ പ്രകൃതി പലതിനെയും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നേരത്തെ തേനിൽ ചേർത്തിട്ടുള്ളത് വിഷമാണെന്ന് ബോധമുള്ളവൻ തേനിനെയും തേൻ കൊണ്ടുവന്ന് തൊള്ളയിൽ ഒഴിക്കുന്നവരെയും വെറുക്കുന്നതിനേക്കാൾ എന്റെ കാലകാലമുള്ള ജീവിതത്തിന് അത് നാശം വരുത്തുമെന്നുറപ്പുള്ളവൻ, അതൊരു 60 കൊല്ലത്തെ ജീവിതമല്ല, 600 കൊല്ലത്തെ ജീവിതമല്ല, 6000 കൊല്ലത്തെ ജീവിതമല്ല, 600 കോടി വർഷത്തെ ജീവിതമല്ല, തീരാത്ത കാലം, അവസാനിക്കാത്ത ലോകം. ആ ലോകത്തുള്ള ജീവിതത്തിന് എനിക്ക് നഷ്ടം വരുത്തുന്നതാണ് എന്റെ സ്നേഹിതൻ എന്നെ വിളിക്കുന്ന വിഷയമെന്ന് മനസ്സിൽ ബോധമുണ്ടായാൽ എത്ര പ്രിയപ്പെട്ട സ്നേഹിതൻ വന്ന് മദ്യപാനത്തിന് ക്ഷണിച്ചാലും ആ മുഅ്മിനായ ചെറുപ്പക്കാരൻ മദ്യപാനത്തിനില്ല, വ്യഭിചാരത്തിനില്ല, സിനിമക്ക് പോകാറില്ല, ഹറാമിന്റെ പ്രവർത്തനങ്ങൾക്കില്ല, ഹറാമിന്റെ വിഷയങ്ങളേക്കില്ല. ഇമാം ഗസാലി റഹിമഹുല്ലാഹ്
നമ്മുടെ മനസ്സിനെ തട്ടി ഉണർത്താൻ വേണ്ടി ഉദാഹരണ സഹിതം നമ്മളെ വിളിക്കുകയാണ്, നമ്മളെ ക്ഷണിക്കുകയാണ്, നമ്മളെ ഉപദേശിക്കുകയാണ്. ഇതൊന്നും എന്റെ ഉപദേശമല്ല, എന്നെയും ഉപദേശിക്കുകയാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റഹിമഹുല്ലാഹ് എല്ലാ മുഅ്മിനീകളെയും ഉപദേശിക്കുകയാണ്. മോനെ, നിന്റെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, അതുകൊണ്ടുള്ള ഭവിഷ്യത്തിനെ കുറിച്ച് നീ അറിവുള്ളവനാണെങ്കിൽ നീ വെറുക്കുന്നില്ലേ? നീ രാജാവായ റബ്ബിന്റെ ശക്തി, രാജാവായ റബ്ബിന്റെ അധികാരം, അവന്റെ സ്വർഗം, അവന്റെ നരകം, അവന്റെ തൃപ്തി നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്, അവന്റെ സ്നേഹം നിനക്ക് കൈയൊഴിച്ചു പോകുന്നത്, അവന്റെ സ്വർഗം നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്, അവന്റെ സജ്ജനങ്ങളുടെ കൂടെയുള്ള ജീവിതം നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്, അതേ അബൂജഹലിന്റെ കൂടെ, ഉത്ബത്തിന്റെ കൂടെ, ഫിർഔനിന്റെ കൂടെ, നമ്രൂദിന്റെ കൂടെ, ഖാറൂനിന്റെ കൂടെ, അമ്പിയാക്കളെ ശത്രുക്കളുടെ കൂടെ, ഔലിയാക്കളുടെ വിരോധികളുടെ കൂടെ, ആലിമീങ്ങളുടെ എതിരാളികളുടെ കൂടെ നീയും പോയി കിടക്കുന്നതിനെ നീ വെറുക്കുന്നില്ലേ? നീ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. എങ്കിൽ ആ വഴിയിലേക്ക് ക്ഷണിക്കുന്നവനെ നീ വെറുക്കുക, അതിലേക്ക് നിന്നെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നവനെ അകറ്റുക. നിന്റെ മുന്നിലേക്ക് അവൻ കൊണ്ടുവരുന്ന ഏത് പായസങ്ങളാണെങ്കിലും, എത്ര തന്നെ നിന്റെ മനസ്സിന് സന്തോഷം തോന്നുന്നതാണെങ്കിലും, നീ നിന്റെ ശഹ്വത്തുകൾ കൈയൊഴിക്കുക, നിന്റെ തടീച്ചകൾ നീ കൈയൊഴിക്കുക. എന്നിട്ടോ നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള രാജാവിലേക്ക്, നിന്നെ ശിക്ഷിക്കാൻ കഴിവുള്ള രാജാവിലേക്ക് സ്നേഹത്തോടെ മടങ്ങുക. ഈ ഒരു സ്വഭാവം, ആ സ്വഭാവം ലഭിക്കുന്നവനാണ് വറഉള്ളവൻ എന്ന് പറയുന്നത്. സൂക്ഷ്മതയുള്ളവൻ, വറഉള്ളവൻ. അതേ സഹോദരന്മാരെ, എന്താണ് സൂക്ഷ്മത? മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഏതെല്ലാം വിരോധിക്കപ്പെട്ട വിഷയങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുക. അതാണ് സൂക്ഷ്മത. അങ്ങനെ ജീവിക്കാൻ ഒരു സത്യവിശ്വാസി തയ്യാറാകണം. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, വേദനയോടെ പറയുന്നു, സുബ്ഹാനല്ലാഹ്, കല്യാണ വീടുകളിൽ മദ്യം വിളമ്പുന്നു. കല്യാണ വീടുകളിൽ കല്യാണത്തിന്റെ തലേ ദിവസം മദ്യം വിളമ്പുന്നു. അല്ലേ? എവിടെ? എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കേട്ടിരുന്നത് അമുസ്ലിം സഹോദരന്മാരിൽ ചിലർ കള്ളു കുടിക്കാറുണ്ട് എന്നാണ്. മുസ്ലിമീങ്ങൾ കള്ളു കുടിക്കുക എന്നത്, മദ്യപിക്കുക എന്നത് എന്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടേയില്ല. എങ്കിൽ എന്നെക്കാൾ പ്രായമുള്ള ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് മുസ്ലിം ചെറുപ്പക്കാര് കള്ളുകുടിക്കുന്നു എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ തന്നെ അതിനൊരു ഗൗരവം തോന്നുന്നില്ലല്ലോ. ആ നിലയ്ക്ക് തെറ്റുകൾ വളരെ നിസ്സാരമായി പോയില്ലേ സഹോദരന്മാരെ? തെറ്റുകൾ വളരെ നിസ്സാരമായി നമ്മുടെ മനസ്സിൽ തന്നെ തോന്നിപ്പോയില്ലേ? ആ ഒരു കാലഘട്ടത്തിലല്ലേ നാം ജീവിക്കുന്നത്? എന്റെ സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു, ഓ സഹോദരന്മാരെ ശരിക്കും ശ്രദ്ധിച്ചോളണം. നരകത്തിൽ വെച്ചിട്ടുണ്ട് കുറെ ചലം. ആരുടെ ചലമാണ്? വ്യഭിചാര പ്രവർത്തനം നടത്തുന്ന, വേശ്യാവൃത്തി ചെയ്യുന്ന, വ്യഭിചാര പ്രവർത്തനം നടത്തുന്ന സ്ത്രീ പുരുഷന്മാരുടെ ഗുഹ്യസ്ഥാനങ്ങളിലൂടെ ഒലിക്കുന്ന ഒരു ചലമുണ്ട് നരകത്തിൽ. ആ ചലം കുടിക്കാൻ വിധിക്കപ്പെട്ടവൻ ആരാണെന്നറിയോ? ഹദീസിൽ കാണാം, മുദ്മിനു ഖംറിൻ, മദ്യപാനിയാണ്, കള്ളുകുടിയനാണ്. സുബ്ഹാനല്ലാഹ്, മുമ്പൊരു കാലത്ത് അരി കിട്ടാതെ പട്ടിണി കിടന്ന നമ്മുടെ സമൂഹം, വസ്ത്രമില്ലാതെ പട്ടിണി കിടന്നിരുന്ന നമ്മുടെ സമൂഹം, സുബ്ഹാനല്ലാഹ്, പെരുന്നാളിന് മാത്രം ഒരു തുണി വാങ്ങാൻ കഴിവുണ്ടോ എന്ന് ചിന്തിക്കുന്ന സമൂഹം, കല്യാണത്തിന് പോകാൻ ഒരേ കുപ്പായം തന്നെ അലക്കിയിട്ട് പിന്നെയും പിന്നെയും മാറ്റിയിട്ടിരുന്ന സമൂഹം, തൊട്ടടുത്ത വീടുകളിൽ നിന്ന് സ്വർണം തൽക്കാലത്തേക്ക് വായ്പ വാങ്ങിയിട്ട് കല്യാണത്തിന് പോയിരുന്ന സമൂഹം, അല്ലാഹു ജല്ല ജലാലുഹു പണമങ്ങ് കൊടുത്തപ്പോ, ധനമങ്ങ് കൊടുത്തപ്പോ, സാമ്പത്തിക ശേഷി കൊടുത്തപ്പോ അല്ലാഹുവിനെ മറന്നു. അല്ലേ? കുടിക്കാൻ ഇളനിറവൻ തന്നതല്ലേ? കഞ്ഞിവെള്ളം അവൻ തന്നതല്ലേ? പാലവൻ തന്നതല്ലേ? ചായയും കാപ്പിയും അവൻ തന്നതല്ലേ? എത്ര ജ്യൂസുകൾ അവൻ തന്നതാണ്, എത്ര പഴങ്ങളവൻ തന്നതാണ്, എന്തെല്ലാം വെള്ളങ്ങളവൻ തന്നതാണ്. മോനെ,
ഇനി ഹൗദുൽ കൗസർ എന്നൊരു വെള്ളം, തേനിനേക്കാൾ മധുരമുള്ളൊരു വെള്ളം, പാലിനേക്കാൾ വെളുപ്പുള്ളൊരു വെള്ളം, ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുക്കിക്കൊടുക്കുന്നൊരു വെള്ളമില്ലേ? സഹാബത്ത് 4 ഭാഗത്തും വന്ന് വിതരണം ചെയ്യുന്നൊരു വെള്ളമില്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കോപ്പ പിടിച്ച് വിതരണം ചെയ്യുന്നൊരു വെള്ളമില്ലേ? ആ ഹൗദുൽ കൗസർ എന്ന് വിളിക്കുന്ന മോമിനീങ്ങൾ, ഓ ചെറുപ്പക്കാരാ, ജീവിതത്തിൽ വല്ലപ്പോഴും ദുർബല നിമിഷങ്ങളിൽ തെറ്റ് ചെയ്തു പോയെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഇമാം ഗസാലി തങ്ങൾ ഉദ്ധരിച്ച വാചകം, അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ അവൻ അള്ളാഹുവിലേക്ക് ഓടുകയാണ് വേണ്ടത്, റബ്ബിൽ നിന്നോടുകയല്ല. നമ്മുടെ മനസ്സുകൊണ്ടും അള്ളാഹുവിലേക്ക് മടങ്ങുക, അള്ളാഹുവിലേക്ക് മടങ്ങുക. പറയട്ടെ, നീ കാണുന്നില്ലേ, ഒരു നേരത്തെ വെള്ളം കുടിക്കാൻ കഴിയാതെ മെഡിക്കൽ കോളേജിന്റെ മേൽപോട്ട് നോക്കി, അതാ കുടിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, സാമ്പത്തിക ശേഷിയില്ലാഞ്ഞിട്ടല്ല, നല്ല പ്രഗത്ഭരായ മക്കളുണ്ട്, കോടിക്കണക്കിന് സമ്പാദ്യമുണ്ട്, എന്തും കുടിക്കാൻ അധികാരമുണ്ട്, പക്ഷേ വയറ്റിന് ക്യാൻസറാണ്, തൊണ്ടയ്ക്ക് ക്യാൻസറാണ്. ചോദിക്കട്ടെ, ഒരു കുട്ടി വെള്ളം കുടിക്കാൻ കഴിയാതെ മേൽപോട്ട് നോക്കിയിട്ട് നാവ് കൊണ്ടിങ്ങനെ ചിറി തുടക്കുന്ന മുതലാളിമാരില്ലേ? വലിയ വലിയ പ്രഗത്ഭന്മാരില്ലേ? അള്ളാഹു നമുക്ക് ധാരാളം വെള്ളങ്ങൾ കുടിക്കാൻ തന്നില്ലേ? ആ കുടിക്കുന്ന വെള്ളം അല്ലാഹു ജല്ല ജലാലുഹു ആവശ്യമായ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിന് സ്വീകരിച്ചതിന് ശേഷം അത് പുറന്തള്ളാനുള്ള സൗകര്യം ചെയ്തില്ലേ? ചോദിക്കട്ടെ, കിഡ്നിക്കൊരു ചെറിയ രോഗം വന്നാൽ, നിന്റെ മുഖത്ത് നീര് വന്നില്ലേ? കാലിൽ നീര് വന്നില്ലേ? കയ്യിൽ നീര് വന്നില്ലേ? അതാ ഡയാലിസിസ് ചെയ്യേണ്ടി വന്നില്ലേ? എന്നാലും രക്ഷപ്പെടുമോ എന്ന ചിന്ത വന്നില്ലേ? നിന്റെ ജീവിതം തുലഞ്ഞില്ലേ? ചോദിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ നിനക്ക് അള്ളാഹു തന്ന വെള്ളങ്ങൾ ധാരാളമില്ലേ? അത് കുടിച്ചുകൊണ്ട് ഒരു ചുരുങ്ങിയ കാലം ക്ഷമിച്ചൊന്ന് ജീവിച്ചുകൂടെ? ആ മദ്യപാനത്തിന് വേണ്ടി പെരുന്നാളിന്റെ ദിവസമോ കല്യാണത്തിന്റെ തലേ ദിവസമോ അല്ല മറ്റേതെങ്കിലും ദിവസമോ നിന്നെ ക്ഷണിക്കാൻ വേണ്ടി ആള് വരുമ്പോ നിനക്ക് അവനെ ഒന്ന് വെറുത്തുകൂടെ? ചോദിക്കട്ടെ, അവനോടൊന്ന് പോകാൻ പറഞ്ഞുകൂടെ? ആ വെള്ളത്തിൽ നിന്ന് നിനക്കൊന്ന് മാറി നിന്നുകൂടെ? കല്യാണം കഴിച്ചാൽ ഊട്ടിയിലേക്ക് പോകണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നിട്ടോ അവിടെ ചെന്നിട്ട് കോഴിയുടെ കാലും അതാ കടിച്ചു പിടിച്ചിട്ട് അതാ മറ്റൊരു കയ്യിൽ കുപ്പിയും പിടിച്ചിട്ട് ഓടി നടക്കുന്ന ചെറുപ്പക്കാരില്ലേ? ഓ സഹോദരാ, നിന്റെ ബാപ്പയും കല്യാണം കഴിച്ചിരുന്നില്ലേ? നിന്റെ ഉമ്മയും വിവാഹിതരായിരുന്നില്ലേ? നിന്റെ ബാപ്പയുടെയും ബാപ്പയുടെ ഉപ്പാപ്പയും ഒക്കെ വിവാഹം കഴിച്ചിരുന്നില്ലേ? ആ ദമ്പതികളൊക്കെ ഇപ്പോൾ ഖബറിലില്ലേ? അവരുടെ ശരീരം അവിടെ വെച്ച് അതാ പൊട്ടിക്കീറി നാറിയിട്ടില്ലേ? നിന്റെ ശരീരവും നാറാൻ പോകുന്നില്ലേ? എന്തേ? നിനക്ക് അള്ളാഹു വിരോധിച്ച കള്ള് അത് നിന്റെ കയ്യിൽ പിടിക്കേണ്ടതുണ്ടായിരുന്നോ? നിനക്ക് അന്യ സ്ത്രീകളും അന്യപുരുഷന്മാരും തമ്മിൽ സല്ലപിക്കാൻ പോകേണ്ടതുണ്ടായിരുന്നോ? നിനക്കൊരു യാത്രയില്ലേ? അത് ഊട്ടിയിലേക്കുള്ള യാത്രയല്ല കേട്ടോ, ഖബറിലേക്കുള്ളൊരു യാത്രയാണ്. ആ യാത്രക്കഥാ നിന്നെ യാത്രയേക്കാൻ വരുന്ന ധാരാളം ആളുകളുണ്ട് കേട്ടോ. പക്ഷേ നിന്റെയും എന്റെയും എയർ കണ്ടീഷനുള്ള കാറിലല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാറിലല്ല, അത് സ്ട്രെച്ചറിലാണ് കേട്ടോ, അല്ലെങ്കിൽ ആംബുലൻസിലാണ് കേട്ടോ, അല്ലെങ്കിൽ അതാ മയ്യത്ത് കട്ടിലാണ് കേട്ടോ. നിനക്കും എനിക്കും ഒരു യാത്രയില്ലേ? ആ യാത്രാ സമയത്ത് നിന്റെ കൂടെ ഉല്ലസിക്കാനാരുണ്ടോ? നിനക്കവിടെ വെള്ളം തരാനാരുണ്ടോ? നിന്നെ സ്വീകരിക്കാനാരുണ്ടോ? നീ എന്തേ? നീ മുസ്ലിമല്ലേ, മുഅ്മിനല്ലേ? ദുർബല നിമിഷത്തിൽ തെറ്റ് ചെയ്തു പോയോ? എങ്കിൽ നിന്നെ റബ്ബ് വിളിക്കുന്നു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. നബിയേ, എന്റെ അടിമകൾ ദുർബലന്മാരല്ലേ അവർ? ആ ദുർബലന്മാരായ അടിമകൾ അവരുടെ ജീവിതത്തിൽ വല്ല തെറ്റും ചെയ്തു പോയെങ്കിൽ അവർ നിരാശരാകണ്ട. എന്നിലേക്ക് മടങ്ങിയാൽ ഞാൻ അവനെ സ്വീകരിക്കും. മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങണം, എങ്കിൽ ഞാൻ അവനെ സ്വീകരിക്കുന്ന രാജാവാണ്. നബി പറയൂ, എന്റെ അടിമകളെ, നിങ്ങൾ തെറ്റ് ചെയ്തു പോയോ? നിങ്ങൾ നിരാശരാകല്ല, ഞാൻ കാരുണ്യം ചെയ്യുന്ന രാജാവാണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നാശമുറിയല്ല. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ.
ഏത് പാപവും പുറത്തു തരുന്നവനാണ് അല്ലാഹു തആല. മോനെ, പുറത്തു തരുമെന്ന് പറഞ്ഞതുകൊണ്ട് നീ അതാ അള്ളയെങ്ങ് പൊറുക്കുമെന്ന ചിന്തയിൽ നീങ്ങല്ല. കാരണം ചോദിക്കട്ടെ, നിനക്ക് എപ്പോഴെങ്കിലും അറിയാൻ കഴിയുമോ? നിനക്ക് എപ്പോഴെങ്കിലും പറയാൻ കഴിയുമോ നീ എപ്പോഴാണ് റബ്ബിലേക്ക് നീങ്ങുന്നതെന്ന് പറയാൻ കഴിയുമോ? 18 വയസ്സുള്ള ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരിച്ചില്ലേ? 24 വയസ്സുള്ള ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരിച്ചില്ലേ? 27, 30, 32 വയസ്സുള്ള ചെറുപ്പക്കാരികളും വാഹനാപകടത്തിൽ മരിച്ചില്ലേ? അല്ല, വെള്ളത്തിൽ വീണ് മരിച്ചില്ലേ? സുബ്ഹാനല്ലാഹ്, അതേ തീപിടിച്ച് മരിച്ചില്ലേ? ഉറങ്ങിക്കിടക്കുമ്പോ മരിച്ചില്ലേ? എന്റെ ജീവിതത്തിന്റെ അവധി എത്രയാണെന്ന് എനിക്കറിയാമോ? നിങ്ങൾക്കറിയാമോ? പിന്നേക്ക് മാറ്റിവെക്കാൻ സമയമുണ്ടോ സഹോദര? എപ്പോഴാണ് യാത്ര ചെയ്യേണ്ടതെന്നറിയാമോ? റബ്ബിന്റെ ശിക്ഷ ഭയങ്കരമല്ലേ? ആ ഭയങ്കരമായ ശിക്ഷ താങ്ങാൻ കഴിയുമോ? അതിനു മുമ്പ് ഒരു മിനിറ്റും ബാക്കി വെക്കാതെ ചോദിക്കട്ടെ, വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെരിങ്ങത്തൂരിൽ അലിക്കുട്ടി മുസ്ലിയാരനും മരിച്ചുപോയില്ലേ? സുബ്ഹാനല്ലാഹ്, കടവത്തൂരിൽ പാവപ്പെട്ട ഞാൻ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സദസ്സിന്റെ മൂലയിൽ ഒരു വീട്ടിൽ വെച്ച് ഒരാൾ മരിച്ചുപോയില്ലേ? എന്റെ വഅദും കേട്ട് തിരിച്ചു പോകുമ്പോ പുളിക്കലിനടുത്തൊരു ചെറുപ്പക്കാരൻ വഅദും കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ മരിച്ചുപോയില്ലേ? ചോദിക്കട്ടെ, വഅദ് പറയുന്ന മുസ്ലിയാർക്ക് ഗ്യാരണ്ടി ഉണ്ടോ? കേൾക്കുന്നവർക്ക് ഗ്യാരണ്ടി ഉണ്ടോ? ആർക്കെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? ഏത് സമയത്തും അല്ലാഹുവിനെ ഭയപ്പെടുന്ന അടിമ ഒരു സെക്കൻഡും ഇല്ലാതെ റബ്ബിലേക്ക് ഓടി അടുക്കേണ്ടവനല്ലേ? ആ അടുക്കാൻ വേണ്ടി അടിമ വരുന്ന സമയത്ത് എന്നിലേക്കൊരു ചാണെടുത്താൽ ഞാനൊരു മുഴമെടുക്കുമെന്ന് പറഞ്ഞ റഹ്മാനല്ലേ, റഹീമല്ലേ, കാരുണ്യമുള്ള രാജാവല്ലേ? ആ രാജാവിനെ പ്രിയം വെച്ചുകൊണ്ടല്ലേ ജീവിക്കേണ്ടത്? ആ രാജാവിന്റെ കൽപ്പന ജീവിതത്തിൽ എടുത്തുകൊണ്ടല്ലേ ജീവിക്കേണ്ടത്? ആ രാജാവ് വിരോധിച്ചത് കൈയൊഴിച്ചുകൊണ്ടല്ലേ മനുഷ്യൻ ജീവിക്കേണ്ടത്? ആ ജീവിതമല്ലേ വിറഴ്? ആ ജീവിതമല്ലേ ദുഷ്കം? ആ ജീവിതമല്ലേ സൂക്ഷ്മയുത ജീവിതം? ക്ഷണിക്കുന്നു. സഹോദരന്മാരെ, കുടുംബബന്ധം മുറിക്കുന്നവരില്ലേ? കുടുംബബന്ധം മുറിക്കുന്നവരില്ലേ? ചോദിക്കട്ടെ, അതേ ലായദ്ഖുൽ ജന്നത ഖാതിഉർ റഹ്മിൻ, കുടുംബബന്ധം മുറിക്കുന്നവന് സ്വർഗത്തിൽ പ്രവേശനമില്ല. അല്ലാഹു നമുക്ക് തരാൻ വേണ്ടി ഒരുക്കി വെച്ചൊരു സമ്പാദ്യം, ഒരുക്കി വെച്ചൊരു സമ്മാനം ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, ഒരു കാതും അത് കേട്ടിട്ടില്ല, ഒരു മനസ്സിലും അത് ഉദിച്ചിട്ടില്ല, ആർക്കും അത് വർണ്ണിച്ചു തീർക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒരു സ്വർഗമല്ല വെച്ചിട്ടില്ലേ? ഓ മോനെ, അവിടെ കടക്കാൻ കുടുംബബന്ധം മുറിക്കുന്നവന് സാധ്യമല്ല. വല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറ അല്ലാഹു ബിഹി അൻ യുസല വയുഫ്സിദൂന ഫിൽ അർദ് ഉലൈക ലഹുൽ ലഅനതു വലഹും സൂഉദ്ദാർ. ഈമാനുള്ള മനുഷ്യൻ ചിന്തിക്കേണ്ടതല്ലേ? അല്ലാഹു പറയുന്നു, അള്ളയുമായുള്ള കരാർ ലംഘിക്കുന്നവർ മിൻ ബഅദി മീസാഖിഹി, ആ കരാർ ഉറപ്പിച്ചതിന് ശേഷം, ഓ മനുഷ്യ, അല്ല നമ്മുടെ റബ്ബല്ലേ? അവൻ നമുക്ക് ഭക്ഷണവും വെള്ളവും തരുന്നവനല്ലേ? ആ റബ്ബിനെ അനുസരിച്ച് ജീവിക്കാമെന്നും അവനെ വിശ്വസിക്കാമെന്നതും നമ്മുടെ കരാറല്ലേ? ആ കരാറ് അതാ ആലമുൽ അർവാഹിൽ വെച്ച്, മനുഷ്യന്റെ ആത്മീയ ലോകത്തിൽ വെച്ച്, അലസ്തു ബി റബ്ബിക്കും ഖാലൂ ബലാ ശഹിദിനാ, നിങ്ങളെ റബ്ബല്ലേ ഞാനെന്ന് അല്ലാഹു തആല നമ്മുടെ ആത്മാക്കളോട് ചോദിച്ചിട്ട് അതേ എന്ന് നമ്മൾ മറുപടി പറഞ്ഞ് അംഗീകരിച്ചതാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അതെനിക്കും നിനക്കും ഓർമ്മയില്ല അല്ലേ? അത് ഓർമ്മിപ്പിക്കാനല്ലേ അല്ലാഹു അമ്പിയാക്കളെ പറഞ്ഞയച്ചത്? അത് ഓർമ്മിപ്പിക്കാനല്ലേ അല്ലാഹു ഖുർആനിൽ അതാ ആയത്തിറക്കിയത്? നിനക്ക് വെള്ളവും ഭക്ഷണവും തന്നെ റബ്ബ് അവന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയില്ലെങ്കിലും നിനക്കൊന്ന് വിശ്വസിച്ചുകൂടെ? ആ രാജാവ് നമ്മളുമായി നടത്തിയ കരാറ് അവൻ കൽപ്പിച്ചത് നമ്മളെ ജീവിതത്തിൽ എടുക്കുമെന്നല്ലേ? അവൻ വിരോധിച്ചത് കൈയൊഴിക്കുമെന്നല്ലേ? അത് പറഞ്ഞിട്ടല്ല പറയുന്നു, അതേ റബ്ബുമായുള്ള കരാറ് അത് പാലിക്കാത്തവൻ അതേ ചേർക്കപ്പെടാൻ കൽപ്പിച്ചതിനെ അതാ മുറിക്കുന്നവർ. അല്ലാഹു തആല ചേർക്കാൻ കൽപ്പിച്ചതാണ് കുടുംബബന്ധം. കുടുംബബന്ധം അല്ല ചേർക്കാൻ കൽപ്പിച്ചതാണ്. ചേർക്കുക എന്ന് പറയാൻ എന്താ കാരണം? പണ്ഡിതന്മാര് പറഞ്ഞു, ഇങ്ങോട്ട് ബന്ധം മുറിക്കുന്നവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം. അതാണ് അല്ലാഹു തആല കുടുംബബന്ധം ചേർക്കുക. ഹദീസിലും കുടുംബബന്ധം ചേർക്കുക എന്ന് പറയാൻ കാരണം, നിന്റെ അനുജൻ നിന്നോട് മിണ്ടുന്നില്ല അല്ലേ? ജ്യേഷ്ഠൻ നിന്റെ വീട്ടിൽ കയറുന്നില്ല അല്ലേ? നിന്റെ അമ്മാമൻ നിന്നോട് മിണ്ടുന്നില്ല അല്ലേ?
നിന്റെ ഉമ്മന്റെ അനുജത്തി നീയുമായി പിണങ്ങുന്നുവല്ലേ, എന്നാ നീ അങ്ങോട്ട് പോയി നന്നാകലാണ് ചേർക്കൽ. കുടുംബബന്ധം ചേർക്കുക മുറിച്ചവനോടല്ലേ ചേർക്കൽ ആവശ്യം വരുന്നത്. ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം പുലർത്തുക, അതല്ലേ ചേർക്കൽ, ശരിയായ ചേർക്കൽ. അതെന്താണോ നിന്റെ കുടുംബത്തിൽ മുമ്പേ നടന്നു വരുന്ന പരസ്പരം നിങ്ങൾക്ക് തമ്മിലുള്ള നേരെയുള്ള ബന്ധം എന്താണോ ആ ബന്ധം പാലിച്ചുകൊണ്ട് നീ ജീവിക്കുക. അതാണ് കുടുംബബന്ധം ചേർക്കൽ. ഒരു പക്ഷേ അവൻ നിന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ടാകാം, അത് മാപ്പ് കൊടുത്തുകൂടെ നിനക്ക്? നീ തെറ്റ് ചെയ്തിട്ട് റബ്ബ് മാപ്പ് തരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നീ? അതാ റമദാനു ശരീഫിൽ റബ്ബിനോട് പറഞ്ഞില്ലേ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ, അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നവനാണ്. അതെ അല്ലാഹ്, നീ വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നവനാണ്. ഇത് നീ പറയുമ്പോ മറ്റാർക്കും ഞാൻ വിട്ടുവീഴ്ച ചെയ്യൂല. എന്റെ കുടുംബക്കാരെന്നോട് തെറ്റീതാ ഞാൻ വിട്ടുവീഴ്ച ചെയ്യൂല. എന്റെ നേതാക്കൾക്കും അനുയായികൾക്കും ഞാൻ വിട്ടുവീഴ്ച ചെയ്യൂല. എന്റെ കൂട്ടുകാർക്കും സഹപാഠികൾക്കും ഞാൻ വിട്ടുവീഴ്ച ചെയ്യൂല. ഞാൻ അയൽവാസികൾക്ക് വിട്ടുവീഴ്ച ചെയ്യൂല എന്നിങ്ങനെ ചിന്തിക്കുന്ന നീ അള്ളാഹുവിനോട് നീ വിട്ടുവീഴ്ച ചെയ്യുന്ന റബ്ബാണല്ലോ, വിട്ടുവീഴ്ച നീ ഇഷ്ടപ്പെടുന്നല്ലോ എന്ന് നീ അത് ഇഷ്ടപ്പെടാതെയാണോ പറയുന്നതെങ്കിൽ നിന്റെ പറച്ചിൽ ശരിയുണ്ടോ മനുഷ്യ? ആരെന്ത് തെറ്റ് ചെയ്താലും അങ്ങ് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടില്ലേ? ഉഇദ്ദത്തിൽ മുത്തഖീൻ, സ്വർഗം മുത്തഖീങ്ങൾക്ക് തയ്യാർ ചെയ്യപ്പെട്ടതാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽകാദിമീനൽ ഗൈള വൽആഫീന അനിന്നാസ്. അല്ലാഹു പറഞ്ഞത് കണ്ടില്ലേ? സന്തോഷമുള്ള സമയത്തും ചെലവഴിക്കുന്നവർ, വിഷമമുള്ള സമയത്തും ചെലവഴിക്കുന്നവർ, അതേ അങ്ങനെയുള്ള മുത്തഖീകൾക്കുള്ളതാണ് സ്വർഗം. പിന്നെയും അല്ലാഹു പറഞ്ഞു, വെറുപ്പ് പിടിച്ചാൽ ആ വെറുപ്പ് പ്രകടിപ്പിക്കാത്തവർക്കുള്ളതാണ് സ്വർഗം. ഓ സഹോദര, വീട്ടിൽ പോയിട്ട് ഭാര്യമാരെ ചീത്ത പറയുന്നവരില്ലേ, മക്കളെ ചീത്ത പറയുന്നവരില്ലേ, സ്വന്തം ഭാര്യയുടെ ഉമ്മാനെ പറയുന്നവരില്ലേ, ചിലപ്പോൾ നാവ് കൊണ്ട് പറയാൻ പറ്റാത്ത വസ്തുക്കളുടെ പേരുകൾ ഭാര്യമാരെ മുന്നിൽ അങ്ങനെ പറയുന്ന ഭർത്താക്കന്മാരില്ലേ, മക്കളോട് അതാ ഔറത്തിന്റെ പേര് ഉറക്കെ വിളിച്ചു പറഞ്ഞ് ചീത്ത പറയുന്നവരില്ലേ. എന്തേ എത്ര വെറുപ്പ് പിടിച്ചാലും നിന്റെ ശരീരത്തെ നിനക്കൊന്ന് നിയന്ത്രിച്ചുകൂടെ? നിന്റെ നാവിനെ നിനക്കൊന്ന് നിയന്ത്രിച്ചുകൂടെ? വിട്ടുവീഴ്ചയോടുകൂടെ ഒന്ന് ജീവിച്ചുകൂടെ? അല്ലാഹു പറയുന്നു, വെറുപ്പ് പിടിക്കുന്ന സമയത്ത് അതിനെ വിഴുങ്ങിക്കളയുന്നവർക്കാണ് സ്വർഗം. ജനങ്ങൾ ചെയ്യുന്ന തെറ്റ്, ആ തെറ്റിന് മാപ്പ് കൊടുക്കുന്നവർക്കാണ് സ്വർഗം. വിട്ടുവീഴ്ച ചെയ്യുന്നവർക്കാണ് സ്വർഗം. വിട്ടുവീഴ്ച എന്നത് വലിയൊരു വിഷയമാണ്. അത് അല്ലാഹു നമുക്ക് വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ നമ്മളും വിട്ടുവീഴ്ച ചെയ്യുന്നവരാകണം. എന്തിനും പകരം ചെയ്യണമെന്ന മനസ്സല്ലല്ലോ നമുക്ക് വേണ്ടത്. ഇരിക്കട്ടെ, അല്ലാഹു പറയുന്നു, ചേർക്കപ്പെടാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അത് മുറിക്കുന്ന കക്ഷികൾ, കുടുംബ ബന്ധം മുറിക്കുന്നവർ, അയൽവാസികളുമായി പിണങ്ങുന്നവർ, ബന്ധുക്കൾ തമ്മിൽ തെറ്റുന്നവർ, ഭൂമിയിൽ നാശമുണ്ടാക്കുന്നവർ, സുബ്ഹാനല്ലാഹ്, ഭൂമിയിൽ നാശമുണ്ടാക്കുന്നവർ. ഇത് ഇന്ത്യ രാജ്യമാണ്, ഇത് ഇന്ത്യ രാജ്യമാണ്. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, ഇവിടെ ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്, മതമുള്ളവരുണ്ട്, മതമില്ലാത്തവരുണ്ട്, 900 പാർട്ടിക്കാരുണ്ട്, ധാരാളം സംഘടനക്കാരുണ്ട്. എല്ലാവർക്കും ഒരു നല്ല മനസ്സ് വേണ്ടേ? എല്ലാവർക്കും ഒരു നല്ല മനസ്സ് വേണ്ടേ? നമ്മുടെ എല്ലാ പോസ്റ്ററിൽ നമ്മൾ ഏത് ഒട്ടിച്ചാലും അതവിടെ തന്നെ ഉണ്ടാകണം. മറ്റുള്ളവരുടെ പോസ്റ്ററുകളെല്ലാം പറിച്ചെറിയണം. അല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന കുടുങ്ങിയ ചിന്താഗതിക്കാരില്ലേ? അവനവന്റെ പാർട്ടിക്കാരെഴുതിയത് നിലനിൽക്കണം, മറ്റുള്ള പാർട്ടിക്കാരുടേതെല്ലാം മായ്ച്ചു കളയണം. വേറെയുള്ള എല്ലാ സംഘടനക്കാരുടേതും നശിപ്പിച്ചു കളയണം, മറ്റുള്ളവരെല്ലാം നശിച്ചു കാണണം. ഇങ്ങനത്തെ തീവ്രവാദ ചിന്തയുള്ളവരില്ലേ? കുടുങ്ങിയ ചിന്തയുള്ളവരില്ലേ? അതേ അല്ലാഹു പറഞ്ഞില്ലേ, ഭൂമിയിൽ നാശമുണ്ടാക്കുന്നവർ. ചോദിക്കട്ടെ, സ്വതന്ത്രമായ ഇന്ത്യ രാജ്യത്ത് ഏത് മതക്കാരനും അവന്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഏത് പാർട്ടിക്കാരനും അവന്റെ പാർട്ടിയുടെ ആശയങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമില്ലേ? ഏത് കക്ഷികൾക്കും അവന്റെ പ്രസംഗത്തിന്റെയും അവന്റെ ആശയത്തിന്റെയും പ്രചരണത്തിന് സ്വാതന്ത്ര്യമില്ലേ? അവിടെ സ്വാതന്ത്ര്യം ഹരിക്കുന്നവരില്ലേ? ചോദ്യം ചെയ്യുന്നവരില്ലേ? അതേ, മറ്റുള്ളവന്റെ പോസ്റ്റർ പറിച്ചു കീറുന്നവരില്ലേ? ബാനർ നശിപ്പിക്കുന്നവരില്ലേ? ബോർഡ് നശിപ്പിക്കുന്നവരില്ലേ? ഭൂമിയിലെ നാശങ്ങൾ ഉണ്ടാക്കുന്നവരില്ലേ? ഭൂമിയിൽ എന്ത് നാശം നീ വിതച്ചാലും ശരി, പരസ്പരം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന നാശങ്ങൾ, പരസ്പരം തമ്മിൽ തെറ്റിക്കുന്ന നാശങ്ങൾ, പരസ്പരം
പരസ്പരം ചീത്ത പറയാൻ കാരണമാകുന്ന നാശങ്ങൾ, പരസ്പരം അകലാൻ കാരണമാകുന്ന നാശങ്ങൾ, പരസ്പരം തല്ലുണ്ടാക്കാൻ കാരണമാകുന്ന നാശങ്ങൾ, പരസ്പരം പോലീസ് സ്റ്റേഷനിൽ പോകാൻ കാരണമാകുന്ന നാശങ്ങൾ, അങ്ങനെ എന്തെല്ലാം നാശങ്ങൾ വലിച്ചിടുന്നവരുണ്ട്. അല്ലാഹു പറയുന്നു, അങ്ങനെ ഭൂമിയിൽ നാശമുണ്ടാക്കുന്നവർ ഉലൈക ലഹുമുൽ ലഅന, അവർക്ക് അല്ലാഹുവിന്റെ ലഅനത്തുണ്ട് കേട്ടോ. അതേ, അമ്പിയാക്കളുടെ ലഅനത്തുണ്ട് കേട്ടോ. അവരതാ റഹ്മത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ടവരാണ് കേട്ടോ. വലഹും സൂഉദ്ദാർ, അവർക്ക് വളരെ മോശമായ വീടുണ്ട് കേട്ടോ. വളരെ മോശമായ വീട്. അതെന്താണത്? നരകമാണത്. അപ്പൊ കുടുംബബന്ധം മുറിക്കുന്നവൻ, അല്ലാഹുവിന്റെ കരാർ പാലിക്കാത്തവൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ പരസ്പരം പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ മുഴുവനും കൊടുത്തിട്ടും അത് പാലിക്കാതെ നാശമുണ്ടാക്കുന്നവർ, അവർക്കൊക്കെ നരകമുണ്ടെന്ന് അല്ലാഹു ഭയപ്പെടുത്തുകയാണ്. വലഹും സൂഉദ്ദാർ, വളരെ മോശമായ സങ്കേതമുണ്ട്. സൂറത്തുർ റഅദിൽ അല്ലാഹു പറയും. സഹോദരന്മാരെ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതം വേണം. അതാണ് വറഇ. അത് അല്ലാഹുവിനെ ഭയപ്പെടുമ്പോൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ അതിന്റെയും മേലെയാണ് തഖ്വ. എന്താണ് തഖ്വ? അതിന്റെയും മേലെയാണ് തഖ്വ. ഹറാമ് മാത്രം കൈയൊഴിച്ചാൽ പോരാ, നിർബന്ധമായത് മാത്രം ചെയ്താൽ പോരാ. ഞാൻ പറഞ്ഞു വന്ന വിഷയം നിങ്ങൾ ഓർക്കണം. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. ആ ഭയം ശരിയായ ഭയമുണ്ടാകുമ്പോൾ അതാ മനുഷ്യൻ സംശയമുള്ളതെല്ലാം കൈയൊഴിച്ചു കളയും. സംശയമുള്ളത് തെറ്റാണോ എന്ന് സംശയമുള്ളത് ചെയ്യാൻ അവന് ധൈര്യം വരില്ല. കാരണം അഥവാ തെറ്റാണെങ്കിലോ ആ ഒരു സ്ഥാനത്തെത്തുമ്പോഴാണ് ശരിയായ തഖ്വയുണ്ടാകുന്നത്. സംശയമില്ലാത്തതിലേക്ക് നീങ്ങുക, സംശയമുള്ളത് നിങ്ങൾ കൈയൊഴിച്ചു കളയുക. അത് തന്നെയാണ് സഹോദരന്മാരെ തകരാറുള്ളത് പെട്ടുപോകുമോ എന്ന് പേടിച്ചിട്ട് തകരാറില്ലാത്തത് കൂടി ഒഴിവാക്കുന്ന ഒരവസ്ഥ. അതല്ലേ ശരിയായ തഖ്വ, അതല്ലേ ശരിയായ സിദ്ഖ്. ആ സിദ്ഖ് അത് മനുഷ്യന് അല്ലാഹുവിനോടുള്ള ഭയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ തഖ്വ അതാ ഒന്നുകൂടി കട്ടികൂടുമ്പോഴാണ് സിദ്ദീഖീങ്ങളുടെ മർത്തബയിലെത്തുന്നത്. അവരുടെ മർത്തബ എന്താണ്? സിദ്ദീഖീങ്ങളുടെ സ്ഥാനം എന്താണ്? അവരവരുടെ മനസ്സിൽ അല്ലാഹുവിനെ മാത്രം കാണുന്നു. ഭൗതികമായ ലോകത്തുള്ളതെല്ലാം അവരതാ ഒരു ഭാഗത്ത് വലിച്ചെറിയുന്നു. ആ ഒരു സ്ഥാനമെത്തുമ്പോഴല്ലേ സഹോദരന്മാരെ അതാ ഉള്ളത് മുഴുവനും സദഖ ചെയ്യുന്നതിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സന്തോഷമായില്ലേ? ഒരൽപ്പവും പ്രയാസം തോന്നിയില്ലല്ലോ. കാരണം എന്താണ്? അത് മനസ്സിന്റെ ഉള്ളിലുള്ള അല്ലാഹുവിനുള്ള ഭയത്തിന്റെ അങ്ങേ തലയാണ്. ആ ഭയത്തിന്റെ പേരിലുള്ള സ്നേഹവുമാണ്, അല്ലാഹുമായുള്ള അടുപ്പമാണ്. അങ്ങനെ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരെല്ലാവരും ഒരുപോലെയല്ല. തെറ്റായ കാര്യങ്ങൾ കൈയൊഴിച്ച്, ഹറാമുകൾ കൈയൊഴിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്ന, ഫർളായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന അങ്ങനെയുള്ള ഒരു സ്വഭാവം അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിനപ്പുറം കറാഹത്തുകളും ഖിലാഫുൽ ഔലിയും കൈയൊഴിക്കുന്ന മർത്തബയുള്ളവരുണ്ട്. അതിന്റെയും അപ്പുറം കറാഹത്തും ഖിലാഫുൽ ഔലിയും ഇല്ലെങ്കിലും ഞാൻ തെറ്റിലേക്ക് വഴുതിപ്പോകുമോ എന്ന് ഭയപ്പെട്ട് തെറ്റില്ലാത്ത പലതും കൈയൊഴിക്കുന്നവരുണ്ട്. അങ്ങനെയാണ് സൂഫിയാക്കൾ, ആരിഫീങ്ങൾ പലരും. ഭക്ഷണം തന്നെ വളരെ അവർ കുറച്ചില്ലേ, ഉറക്കം അവർ വളരെ കുറച്ചില്ലേ, സൽക്കർമ്മങ്ങളിൽ തന്നെ മുഴുകി അവർ ജീവിച്ചില്ലേ. ഓ സഹോദരന്മാരെ, നിങ്ങൾ കാണുന്നില്ലേ ദുന്യാവിന് വേണ്ടി അധ്വാനിക്കുന്ന കക്ഷികൾ? അവർക്ക് ഭയമാണ്. എന്താ ഭയം? ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ അതാ മലയിൽ പോയിട്ട് കൈക്കോട്ടും പടന്നയും വികാസം എടുത്ത് അധ്വാനിക്കുന്നവരെ കണ്ടില്ലേ? ധാരാളം സമ്പത്തുണ്ടായിട്ടും പിന്നെയും പോയിട്ട് അതാ തെങ്ങിൻ തൈ വെച്ചിട്ടുള്ള ചെറിയ കുഴിയിൽ കൈയിട്ടിട്ട് മാന്തിയിട്ട് അവിടെയുള്ള പുല്ലിങ്ങനെ പറിച്ച് വളമിടുന്നവരെ കണ്ടില്ലേ? ധാരാളം സമ്പാദ്യമുണ്ടായിട്ടും പിന്നെയും അതാ നാടും വീടും കുടുംബവും വിട്ട് അന്യനാട്ടിൽ പോയി കൊല്ലങ്ങളോളം താമസിച്ച് കഠിനാധ്വാനം ചെയ്യുന്നവരെ നിങ്ങൾ കണ്ടില്ലേ? സുബ്ഹാനല്ലാഹ്,
അധ്വാനിച്ച് എത്രയാ മനുഷ്യൻ അധ്വാനിക്കുന്നത്? കോടിക്കണക്കിനുണ്ടായിട്ട് പിന്നെയും അധ്വാനിക്കുന്നവനെ കണ്ടില്ലേ? പള്ളിയിലെ സലാത്തിന് വരാൻ അവന് നേരമില്ല, ദിക്റിന് വരാൻ അവന് നേരമില്ല, സുന്നത്ത് നിസ്കരിക്കാൻ അവന് നേരമില്ല, നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആക്കൊന്ന് പങ്കുചേരാൻ അവന് നേരമില്ല, അതാ വയലുണ്ടെങ്കിൽ വയലിലൊന്ന് പോകാൻ അവന് നേരമില്ല. അവൻ ദുന്യാവിന്റെ തിരക്കിൽ തന്നെയാണ്, അവൻ സമ്പാദിക്കുന്ന തിരക്കിൽ തന്നെയാണ്. എന്താ കാരണം? കാരണം ഒരു പേടിയാണ്. എന്താ പേടിക്കുന്നത്? അവൻ ദാരിദ്ര്യത്തെ പേടിക്കുകയാണ്. ആർക്ക് ദാരിദ്ര്യം? അവന് ദാരിദ്ര്യം, അല്ലെങ്കിൽ അവന്റെ ഭാര്യക്ക് ദാരിദ്ര്യം, അല്ലെങ്കിൽ അവന്റെ സന്താനങ്ങൾക്ക് ദാരിദ്ര്യം, അല്ലെങ്കിൽ അവന്റെ സന്താന പരമ്പരകൾക്ക് ദാരിദ്ര്യം. ആ ദാരിദ്ര്യം ഒരു നിലക്കും അടുക്കാത്ത വിധത്തിൽ ധാരാളം സമ്പാദിക്കുക എന്ന നിലക്ക് ദുന്യാവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരെ കണ്ടില്ലേ? അവരെ സംബന്ധിച്ച് ആരിഫീങ്ങൾ പറയുന്നത് കണ്ടോ? മിസ്കീനുൻ ഇബ്നു ആദം, മനുഷ്യൻ മിസ്കീനായി പോയി. ആരാണ് ആ മിസ്കീൻ? അതേ ലൗ ഖാഫൻ നാറ കമാ യഖാഫുൽ ഫഖറ ദഖലൽ ജന്ന. അതെ, ദാരിദ്ര്യം ഭയന്നിട്ട് ഓരോ സമയവും അവന്റെ ഉറക്കിലും അവന്റെ ചർച്ചയിലും അവന്റെ പോക്കിലും അവന്റെ വരവിലും ദാരിദ്ര്യം ഭയന്നിട്ട് എങ്ങനെങ്കിലും ദുന്യാവുണ്ടാക്കണം, എനിക്ക് എങ്ങനെയെങ്കിലും സമ്പാദിക്കണം, എന്തെങ്കിലും ജോലിയെടുത്തുണ്ടാക്കണം, എങ്ങനെയെങ്കിലും ഒരു തൊഴിലാളിയും കൂടി വെച്ചൊന്നും കൂടി എന്റെ കച്ചവടം പുരോഗമിപ്പിക്കണം, എങ്ങനെയെങ്കിലും ഒരു സാധനവും കൂടി വിറ്റ് കാശാക്കണം, എങ്ങനെയെങ്കിലും ഒരു സ്ഥലത്തും കൂടി പോകണം, എങ്ങനെയെങ്കിലും ഒരു പീടികയും കൂടി തുറക്കണം. ഇങ്ങനെ ദാരിദ്ര്യം ഭയന്നിട്ട് ഒരുപക്ഷെ അവനോ അവന്റെ പിൻതലമുറക്കോ ദാരിദ്ര്യം ഭയന്നിട്ട് അവൻ പിന്നെയും കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യനെ നീ കാണുന്നില്ലേ? എന്നാൽ ശരിക്കൊരു മനുഷ്യൻ നരകത്തെ അങ്ങ് ഭയപ്പെട്ട് കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കടന്നു കേട്ടോ. കാരണം ദാരിദ്ര്യം ഭയന്നവൻ അധ്വാനിച്ച് പണക്കാരനായില്ലേ? അതേ, ദാരിദ്ര്യം ഭയന്നവൻ അധ്വാനിച്ച് പണക്കാരനായില്ലേ? അതിന് ഏത് യാത്രക്കും അവൻ തുനിഞ്ഞില്ലേ? ഏത് സ്പോൺസറെ കുത്തും അവൻ കേട്ടില്ലേ? അവൻ ഏത് സ്പോൺസർ ചീത്ത പറയുന്നതും കേട്ടില്ലേ? അവനതാ എത്രയോ പോയിട്ട് യാത്രയിൽ അവൻ ക്യൂ നിന്നില്ലേ? എത്രയോ ഉദ്യോഗസ്ഥന്മാരെ കാലു പിടിച്ചില്ലേ? അവൻ പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് നേരം വെളുത്ത് വൈകുന്നേരം വരെ നിന്നില്ലേ? അവനതാ തൊഴിലെടുക്കുന്ന സമയത്ത് കാലും കയ്യുമൊക്കെ ചളിയിലും മണ്ണിലും പുരണ്ടില്ലേ? അവനതാ വിയർത്തിങ്ങനെ ഒലിച്ചില്ലേ? എല്ലാം ദാരിദ്ര്യത്തിന് ഭയന്നിട്ട് ദുന്യാവ് സമ്പാദിക്കാനാണെങ്കിൽ ഓ മനുഷ്യ, കഠിനമായ ശിക്ഷയുള്ള നരകമില്ലേ? ആ നരകത്തെ ശരിക്കൊരു മനുഷ്യനങ്ങ് ഭയപ്പെട്ടാൽ, ആ ഭയം അവന്റെ ഹൃദയത്തിൽ ശരിക്കങ്ങ് രൂഢമൂലമായാൽ ആ മനുഷ്യൻ പിന്നെ നരകത്തിൽ നിന്നിങ്ങനെ രക്ഷപ്പെടുമെന്ന ചിന്തയിലാണ്. ആ ചിന്ത ശരിക്കൊരു മനുഷ്യനങ്ങുണ്ടാകുമ്പോൾ അവൻ പിന്നെ അധ്വാനത്തിലാണ്. ഏതധ്വാനം? നരകത്തിൽ നിന്ന് മോചനം നേടാനുള്ള അധ്വാനം, നരകത്തിൽ നിന്ന് മോചനം നേടാനുള്ള അധ്വാനം, എന്നും ഭക്ഷണം കഴിക്കാനുള്ള അധ്വാനം, എന്നും സുഖിക്കാനുള്ള അധ്വാനം, സ്വർഗം നേടാനുള്ള അധ്വാനം, നരകത്തിൽ മോചനം നേടാനുള്ള അധ്വാനം. ആ അധ്വാനത്തിന്റെ രംഗത്ത് അവനങ്ങ് ഇറങ്ങുമ്പോ, ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, രാത്രിയിൽ ഉറക്കൊഴിച്ച് തഹജ്ജുദ് നിസ്കരിക്കുന്നത് എന്തൊരു രസമാണ്, ദുഹാ നിസ്കരിക്കാൻ എന്തൊരു സന്തോഷമാണ്, വിത്ർ നിസ്കാരത്തിന് എന്തൊരു രസമാണ്. കാരണം ഇത് അധ്വാനമാണല്ലോ. ഈ അധ്വാനം എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണല്ലോ, സ്വർഗം കിട്ടാനാണല്ലോ. മോനെ, അധ്വാനിച്ചുണ്ടാക്കിയ ലക്ഷങ്ങൾ ലാഭം കിട്ടാൻ വേണ്ടി നീ അങ്ങ് മുതലിറക്കുകയാണ് അല്ലേ? ദുന്യാവിൽ വലിയൊരു കച്ചവടം, സുബ്ഹാനല്ലാഹ്, ലാഭം കിട്ടുമോ ഇല്ലേ ഉറപ്പില്ല. പക്ഷേ ഒരു 10 ലക്ഷം ദിർഹം ചെലവാക്കിയാൽ ഒരുപക്ഷെ നല്ല ലാഭം കിട്ടിയേക്കും. ആ 10 ലക്ഷം ദിർഹം നീ ചെലവാക്കുകയാണ്, അതിൽ നിന്ന് പിന്നെ നിനക്ക് കുറച്ച് ദിർഹം കിട്ടുമെന്നതാണ്. 10-നേക്കാൾ ഇരട്ടി കിട്ടുമെന്ന ചിന്തയാണ്. അപ്പൊ നിനക്ക് സമ്പത്ത് ചെലവഴിക്കുന്നതിന് മടിയില്ല അല്ലേ? എന്നാൽ ശരിക്ക് നരകത്തെ ഭയപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നും സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നും അതിനുവേണ്ടി ഞാൻ സമ്പാദിക്കണമെന്നും അതിന് ഞാൻ ചെലവഴിക്കണമെന്നും നിന്റെ കൽബിലങ്ങ് വന്നാലോ, നിനക്ക് ലക്ഷങ്ങൾ കൊടുക്കുന്നതിന് മടി തോന്നുകയില്ല. നിന്റെ മനസ്സിൽ ഈമാനം ഉറച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കുന്നതിന് മടി തോന്നുകയില്ല. അതുകൊണ്ട് ഞാൻ സമ്പാദിക്കുന്നത് സ്വർഗത്തിലൊരു വീടല്ലേ, സ്വർഗത്തിലെ മാളികയല്ലേ, ഞാൻ അതിൽ നിന്ന് മോചനം നേടുന്നതോ നരകാഗ്നിയിൽ നിന്നല്ലേ. ചിന്ത വന്നവന് സദഖ ചെയ്യുന്നതിന് മടിയില്ല, കുടുംബത്തിന് കൊടുക്കുന്നതിന് മടിയില്ല, അയൽവാസികൾക്ക് കൊടുക്കുന്നതിന് മടിയില്ല, അതേ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് മടിയില്ല. അവൻ നല്ല കാര്യങ്ങളിൽ മുൻപന്തിയിൽ തന്നെ. ഓ സഹോദരാ,
ശൈത്താന് വഴിപ്പെട്ട് ജീവിക്കുന്നവനോ ആ ജീവിക്കുന്ന മനുഷ്യന്റെ സങ്കേതം നരകമാണ്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകൾ, അവരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, ഓ പിശാചേ, ഓ ഇബ്ലീസേ, നീ എന്ത് പറഞ്ഞാലും ശരി എന്റെ പ്രിയപ്പെട്ട അടിമകളിൽ നിനക്ക് അധികാരമില്ല, നിനക്ക് അവരെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇല്ലാ മനിത്തബഅക മിനൽ ഗാവീൻ. നിന്നെ പിന്തുടർന്ന് ജീവിക്കാൻ ഒരുങ്ങുന്നൊരു കൂട്ടരുണ്ട്, അവര് വഴി പിഴച്ചു പോയവരാണ്. വ ഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ. നിനക്കും നിന്നെ പിന്തുടർന്ന് ജീവിക്കുന്നവർക്കും ജഹന്നമാണ്. അതെല്ലാവർക്കുമുള്ള സങ്കേതമായി നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടതാണ്. ലഹാ സബ്അതു അബ്വാബ്. ആ ജഹന്നമിന് 7 വാതിലുകളുണ്ട്. ലിക്കുല്ലി ബാബിൻ മിൻഹും ജുസ്ഉൻ മഖ്സൂം. ആ ഗേറ്റുകൾക്കൊക്കെയും പ്രത്യേകം ജുസുകളുണ്ട്, അതിലൂടെ കടക്കുന്ന ആളുകളുമുണ്ട്. ഓ സഹോദരാ, ആ ജഹന്നമാകുന്ന നരകത്തെ കുറിച്ച് ശരിക്കൊരു മനുഷ്യന് മനസ്സിൽ ഭയമുണ്ടോ? യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അവനതാ സ്വർഗത്തിൽ കടക്കാൻ അത് മതിയാവുന്നതാണ്. കാരണം അവൻ എപ്പോഴും നരകത്തിൽ നിന്ന് മോചനം നേടുന്ന പ്രവൃത്തി എന്താണെന്നാണ് അവന്റെ ചിന്ത. അതിലെന്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകുമെന്നാണ് അവന്റെ ചിന്ത. സ്വർഗത്തിലെത്താനുള്ള പ്രവർത്തനം എന്താണെന്നാണ് അവന്റെ ചിന്ത. അവൻ അതിലേക്ക് തന്നെ അവന്റെ മനസ്സങ്ങ് കൊണ്ടുപോകും. അതാ മഹാനവറുകൾ പറഞ്ഞത്, ദാരിദ്ര്യത്തെ മുതലാളിമാര് ഭയപ്പെടുന്നത് പോലെ നരകത്തെ മുഅ്മിനീങ്ങളും മനുഷ്യന്മാര് ഭയപ്പെടുന്നുവെങ്കിൽ ദഖലൽ ജന്ന, അവന് സ്വർഗത്തിൽ കടക്കാനത് വകുപ്പായി കഴിഞ്ഞു. നരകത്തെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതം, അതാണ് സാലിഹീങ്ങളെ ജീവിതം, അതാണ് ആരിഫീങ്ങളെ ജീവിതം. ഓ സഹോദരാ, നരകത്തെ ഭയപ്പെടണം. അതോടുകൂടെ തന്നെ നരകത്തെ ഭയപ്പെടുന്നതിനേക്കാൾ ആ നരകത്തെ പടച്ചു വെച്ചിരിക്കുന്ന രാജാവിനെ ഭയപ്പെടണം. ആ രാജാവ് എന്നെ എന്തിലേക്കാണ് കൊണ്ടുപോകുന്നത്? സുബ്ഹാനല്ലാഹ്. ഒരു രാജാവ് 2 മനുഷ്യന്മാരെ ഇങ്ങ് വിളിച്ചു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഉദാഹരണം പറയുന്നു. 2 ആളുകളെ വിളിച്ചിട്ട് അതാ കൊടുക്കുന്നു ഒരു കടലാസ്, ഒപ്പിട്ട് കൊടുക്കുന്നു ഒരു കടലാസ്. ആ കടലാസ് നിങ്ങൾക്ക് പൊളിക്കാൻ പറ്റില്ല. ആ കടലാസ് ഇവിടെ സൂക്ഷിക്കുകയാണ്. ഞാനിതാ ഒപ്പിട്ട് തരുന്നു. നിങ്ങളിൽ ഒരാൾ എന്റെ മന്ത്രിയാണ്. നിങ്ങളിൽ ഒരാളെ തല ഞാൻ വെട്ടുന്നതാണ്. ആരുടെ തലയാ വെട്ടുന്നത് ഇപ്പൊ ഞാൻ പറയില്ല. ആരെയാണ് മന്ത്രിയാക്കുന്നത് നിങ്ങൾക്ക് അറിയിച്ചു തരില്ല. ഞാനതിവിടെ ഒപ്പിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നീട് നിങ്ങൾക്കത് മനസ്സിലാകും. സുബ്ഹാനല്ലാഹ്, ഈ 2 ആളുടെ അവസ്ഥ എന്താണ്? അതാ ഞാൻ മന്ത്രിയാകുമോ എന്ന ആശയിലാണ് അയാൾ, എന്റെ തല വെട്ടുമോ എന്ന പേടിയിലുമാണ് അയാൾ. കാരണം രാജാവ് ഈ അറിവങ്ങ് വിട്ടുകൊടുത്തിട്ടില്ല. ഓ സഹോദരാ, മരിക്കുമ്പോ ഈമാനോടെ മരിച്ച് മുത്തഖിയായി മരിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുമോ? ഒരുപക്ഷേ ആനയിക്കപ്പെടും. അല്ല, ഈമാനില്ലാതെ മരിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകപ്പെടുമോ? ഒരുപക്ഷേ അത് സംഭവിക്കും. രാജാവ് റിക്കാർഡാക്കി വെച്ചിട്ടുണ്ട്. ആ റിക്കാർഡിലുള്ളത് എന്താണെന്നറിയില്ല. ഇതറിയാത്തത് കൊണ്ട് തന്നെ ഈമാനുള്ള മനുഷ്യന്റെ ഖൽബ് എപ്പോഴും വലിയ പ്രതീക്ഷയിലാണ്, സ്വർഗത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ്, റഹ്മത്തിന്റെ പ്രതീക്ഷയിലാണ്. അതേ സമയത്ത് ഞാൻ നരകത്തിൽ കടക്കേണ്ടി വരുമോ എന്ന പേടിയിലുമാണ്. ഇത് രണ്ടിന്റെയും മധ്യത്തിലാണ് മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം. അതാണ് സഹോദരന്മാരെ, ഒരു ഭാഗത്ത് പ്രതീക്ഷ, മറ്റൊരു ഭാഗത്ത് ഭയം. ഇത് രണ്ടും കൂടി ഉള്ളവനാണ് മുഅ്മിൻ. അത്തരം മുഅ്മിനീകളുടെ സ്വഭാവം എന്താണ്? അവരേത് കാര്യം ചെയ്യുമ്പോഴും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ചെയ്യുന്നു. അതല്ലേ സഹോദരന്മാരെ? അതാ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലയോ നബിയേ, പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് എന്താണ്? വല്ലദീന യൂതൂന മാ ആതവ ഖുലൂബുഹും വജില. വലിയ ധർമ്മം ചെയ്യുന്ന ആളുകള്, അവരാ ധർമ്മം ചെയ്യുന്ന സമയത്ത് ഹൃദയം പേടിച്ചുകൊണ്ട് ധർമ്മം ചെയ്യുമെന്നാ പറയുന്നത്. അവരെ ഹൃദയം പേടിച്ചുകൊണ്ടാണ് അവരെ ധർമ്മം എന്നാ പറയുന്നത്. ഓ നബിയേ, അത് കളവ് നടത്തുകയും വ്യഭിചാരം നടത്തുകയും ചെയ്യുന്ന ആളുകളെ പറ്റി പറഞ്ഞതാണോ? അവര് സദഖ ചെയ്യുന്ന സമയത്ത് പേടിച്ചുകൊണ്ടാണ് കൊടുക്കുക. അല്ലാഹ് കബൂൽ ചെയ്യുമോ ഇല്ലേ എന്ന പേടിയോടുകൂടെയാണ് അവർ കൊടുക്കുക എന്ന് പറഞ്ഞ് വ്യഭിചാരം ചെയ്തു പോയ, അതുപോലെ കളവ് നടത്തിപ്പോയ ആളുകളെ പറ്റിയാണോ നബിയേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി ഇല്ല, അത് വ്യഭിചാരികളെ കുറിച്ച് പറഞ്ഞതല്ല, കളവ്
നടത്തുന്നവരെ പറ്റി പറഞ്ഞതല്ല. ബലിർ റജുലു യസൂമു വയുസല്ലി വയതസദ്ദഖു വയഖാഫു അല്ലാ യുഖ്ബല മിൻഹു. ഈമാനുള്ള മനുഷ്യൻ തന്നെ അവൻ നോമ്പെടുക്കുന്നുണ്ട്, അവൻ നിസ്കരിക്കുന്നുണ്ട്, അവൻ ധർമ്മം ചെയ്യുന്നുണ്ട്, അതേ സമയത്ത് വയഖാഫു അല്ലാ യുഖ്ബല മിൻഹു, ഇത് അല്ലാഹ് എന്നിൽ നിന്ന് സ്വീകരിക്കുമോ ഇല്ലേ, അവൻ ആ പേടിയിലാണ്. ആയിഷ, ശരിയായ ഈമാനുള്ള മനുഷ്യൻ, ശരിയായ തഖ്വയുള്ള മനുഷ്യൻ ഏത് സൽക്കർമ്മം ചെയ്യുമ്പോഴും രാജാവായ റബ്ബിന് സ്വീകരിക്കുമോ ഇല്ലേ എന്ന പേടിയിലാണ് ആയിഷ. അപ്പൊ ഒരു ഭാഗത്ത് ഭയമാണ്, ഒരു ഭാഗത്ത് പ്രതീക്ഷയാണ്. ഇതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ അല്ലാഹുവിനെ ഭയപ്പെട്ട് കരയുന്നവരെന്ന് സാലിഹീങ്ങളെ കുറിച്ച് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യലിജുന്നാറ അഹദുൻ ബകാ മിൻ ഖശിയത്തില്ലാഹി ഹത്താ യഊദൽ ലബ്നു ഫിൽ റഈ. അതാ നിങ്ങൾ അകിടുകളിൽ നിന്ന്, മുലകളിൽ നിന്ന്, പശുവിന്റെയും ഒട്ടകത്തിന്റെയും എരുമയുടെയും ഒക്കെ അകിടുകളിൽ നിന്ന് നിങ്ങൾ കറന്നെടുത്ത പാലില്ലേ, ആ പാല് പിന്നീട് ആ അകിടുകളിലേക്ക്, അതിന്റെ മുലയിലേക്ക് തിരിച്ചു പോകുന്നില്ലല്ലോ. ഇതുപോലെ ഓ ജനങ്ങളെ, നരകത്തിന് ഭയപ്പെട്ട് കരഞ്ഞ മുഅ്മിനായ മനുഷ്യൻ, ആ മനുഷ്യൻ നരകത്തിൽ കടക്കൂല കേട്ടോ. ശരിയായ ഭയം കൽബിലുണ്ടായിട്ട് നരകത്തെ ഭയപ്പെട്ട് പൊട്ടിക്കരഞ്ഞ മനുഷ്യനുണ്ടല്ലോ, അവൻ സ്വർഗത്തിലല്ലാതെ നരകത്തിൽ കടക്കൂല കേട്ടോ. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ആയിഷ റളിയല്ലാഹു അൻഹാ, അയദ്ഖുലു അഹദും മിൻ ഉമ്മത്തിക്കൽ ജന്നത ബിഗൈരി ഹിസാബ്. ഓ നബിയേ, കണക്കൊന്നും ചോദിക്കാതെ സ്വർഗത്തിലേക്ക് കടക്കുന്നവർ അവിടുത്തെ ഉമ്മത്തുകളിലുണ്ടോ? ഉടനെ അവിടുത്തെ മറുപടി, നാം. ആയിഷ, ഉണ്ടല്ലോ. മൻ ദകറ ദുനൂബഹു ഫബകാ. പാപത്തെ സംബന്ധിച്ച്, ചെയ്തു പോയ തെറ്റിനെ സംബന്ധിച്ച് അതാ ഓർമ്മിച്ച് കരഞ്ഞ മനുഷ്യന് ഹിസാബില്ലാതെ സ്വർഗമുണ്ട്. ആയിഷ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാണ് സാലിഹീങ്ങളുടെ ജീവിതം. അത് തന്നെയാണ് മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ ഖത്റത്തിൻ അഹബ്ബു ഇലല്ലാഹി തആല മിൻ ഖത്റത്തി ദംഇൻ മിൻ ഖശിയത്തില്ലാഹി തആല ഔ ഖത്റത്തി ദമിൻ ഹുരീഖത്തി ഫീ സബീലില്ലാഹി സുബ്ഹാനഹു വ തആല. രണ്ട് തുള്ളികൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള തുള്ളികളാണ്. ബദർ യുദ്ധത്തിൽ പോയി ബദർ യുദ്ധം നടത്തി, സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അതാ ഉന്മൂലനാശം വരുത്താൻ വേണ്ടി ശത്രുക്കൾ ഭീകരവാദികളായി വന്നപ്പോ ആ ഭീകര ശത്രുക്കളെ നേരിടാൻ വേണ്ടി, ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും രക്ഷപ്പെടുത്താൻ വേണ്ടി യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ അതാ ശരീരത്തിൽ നൂറ്റി വീണ രക്തമുള്ള സുഹദാക്കളില്ലേ, അങ്ങനെ രക്തം മുറ്റി വീണ യോദ്ധാക്കളില്ലേ, അവരുടെ രക്തം അത് അല്ലാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട രക്തമാണ്. മറ്റൊന്നാണ് അതാ മിൻ ഖത്റത്തി ദംഇൻ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ടതിന്റെ പേരിൽ കണ്ണിൽ നിന്നൊലിച്ചിറങ്ങുന്ന കണ്ണുനീരിന്റെ തുള്ളി, അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതുകൊണ്ടാ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്. കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്നെ ഒരു മരത്തിന്റെ ഇലകളാക്കി അല്ലാഹ് പടച്ചെങ്കിൽ ഞാൻ ഭയപ്പെടേണ്ടതില്ലായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ യതീം കുട്ടികളുടെ, അഗതികളായ മക്കളുടെ വീട്ടിലേക്ക് സ്വന്തം തലയിൽ അതാ ഗോതമ്പത്തിന്റെ പൊടിയും പേറി നടന്ന് ചാക്ക് കൊണ്ടുപോയി അവിടെ ഇറക്കി വെച്ച്, എന്നിട്ട് അവിടെ നിന്ന് തന്നെ അതാ കല്ലെടുത്ത് അടുപ്പ് കൂട്ടിയിട്ട് ആ അടുപ്പിൽ തീ കത്തിച്ച് പാവപ്പെട്ട യതീം മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോ, അഗതികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കരയുകയാണ്. സുബ്ഹാനല്ലാഹ്, യസ്തഖ്ബിലുൻ നാറ ഖൗഫൻ നാരി ഫീ വദിഹി വൽ ഐനു മിൻ ഖശിയത്തിൻ സലത് മാഅഖീഹാ. അവിടുന്ന് കരയുകയാണ്, നരകത്തിലെ തീ ഓർമ്മിച്ച് കരയുകയാണ്. ആ തീനെ ഓർമ്മിച്ചത് കൊണ്ട് തന്നെ ദുന്യാവിലുള്ള തീ ഊതിക്കത്തിച്ചിട്ട് അതേ അവിടുത്തെ നീണ്ട താടിയുടെ ഉള്ളിലൂടെ അഗതികൾക്കും യതീമുകൾക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് പുക ഇങ്ങനെ ഉയരുമ്പോൾ അവിടുന്ന് നരകം പേടിച്ച് കരച്ചിലാണ് കേട്ടോ. ഒരു ഭാഗത്ത് പ്രതീക്ഷയാണ്, മറുഭാഗത്ത് ഭയമാണ്.
അതല്ലേ സത്യവിശ്വാസികളുടെ ലക്ഷണം. അതുകൊണ്ട് തന്നെ കണ്ടില്ലേ നിങ്ങൾ സഹോദരന്മാരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പ്രതീക്ഷയും എന്റെ ഭയവും എങ്ങനെയാണെന്നറിയോ നിങ്ങൾ? ലൗ നൂദിയ ലിയദ്ഖുലിൻ നാറ കുല്ലുൻ നാസി ഇല്ലാ റജുലൻ വാഹിദാ, എല്ലാവരും നരകത്തിൽ കടന്നോളൂ, ഒരൊറ്റ മനുഷ്യൻ മാത്രം സ്വർഗത്തിൽ കടന്നോളൂ. അങ്ങനെ ഓരോ ഓർഡറിങ് കിട്ടിയാൽ ഞാൻ എന്റെ രാജാവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയുള്ളവനായതിനാൽ ലറജൗതു അൻ നകൂന അന ദാലിക റജുൽ, ഞാൻ എന്റെ മനസ്സിൽ എന്റെ റബ്ബിനെ കുറിച്ച് കരുതും, ഒരാൾ സ്വർഗത്തിൽ കിടക്കാമെന്ന് അല്ലാഹു പറഞ്ഞല്ലോ, അത് ഞാനായേക്കുമെന്ന് ഞാൻ കരുതും. അതേ സമയത്ത് ലൗലൂദിയ, അതേ സമയത്ത് വിളിക്കപ്പെട്ടു പോയാൽ എല്ലാവരും നരകത്തിൽ കടന്നോളൂ, ഒരാൾ ഒഴിച്ചു എന്ന് പറയുമ്പോ നരകത്തിൽ കടക്കാതെ രക്ഷപ്പെടുന്നത് ഞാനായിരിക്കുമെന്ന് ഞാൻ കരുതും. അതേ സമയത്ത് എല്ലാവരും സ്വർഗത്ത് കടന്നോളൂ, ഒരു മനുഷ്യൻ കടക്കണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ മനസ്സിൽ കരുതുമ്പോ ആ ഒരാൾ ഞാനാണെങ്കിലോ എല്ലാവർക്കും സ്വർഗത്തിൽ കടക്കാം. ഒരാൾ ഒഴിച്ച് എന്ന് പറഞ്ഞത് അതീവറാണെങ്കിലോ എന്റെ കൽബ് ഇത് രണ്ടിന്റെയും ഇടക്കാള്, ഞാൻ രണ്ടിന്റെയും ഇടക്കാള്. എന്റെ റബ്ബെന്നെ രക്ഷിക്കുമെന്ന പ്രതീക്ഷയിലാണ്, അതേ സമയത്ത് എന്റെ റബ്ബെന്നെ ശിക്ഷിക്കുമോ എന്ന ഭയത്തിലുമാണ്. അതാണ് സഹോദരന്മാരെ, ഈമാനുള്ള മനുഷ്യന്റെ കൽബ് ഒരു ഭാഗത്ത് വലിയ പ്രതീക്ഷയിലാണ്, മറുഭാഗത്ത് വലിയ ഭയത്തിലുമാണ്. അതാണ് സ്വാലിഹീകളെ മനസ്സ് കേട്ടോ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, വലിയ വിഷയമാണിത്, മഹാന്മാര് ധാരാളം സംസാരിച്ചൊരു വിഷയമാണിത്. ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഈ വിഷയത്തെ കുറിച്ച് ഇങ്ങനെ വിവരിച്ചിട്ട് പറയുന്നു, മോനെ, സ്വർഗവും നരകവും ഉണ്ടെന്ന് നീ ഉറപ്പിച്ചില്ലേ? ഇനി ഞാൻ നിന്നോട് പറയാം, നിന്റെ മനസ്സിൽ നീ സ്നേഹിക്കുന്നതല്ലേ സ്വർഗം? അല്ലേ, നിന്റെ മനസ്സിൽ നീ സ്നേഹിക്കുന്നതല്ലേ സ്വർഗം? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ സ്നേഹം അല്ലാഹുവിലായിരിക്കണം. ആ സ്നേഹത്തോടെ നീ മരിക്കണം. അതുകൊണ്ട് തന്നെ മരണമാസന്നമാകുന്ന മനുഷ്യൻ, മരണത്തോടടുത്ത രോഗമുള്ള മനുഷ്യൻ, അദ്ദേഹത്തിന് എപ്പോഴും പ്രതീക്ഷയുണ്ടാകുന്ന കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. പടച്ചവന്റെ റഹ്മത്തിനെ കുറിച്ചാണ് ഓർമ്മിപ്പിക്കേണ്ടത്. അതേസമയത്ത് തെറ്റ് ചെയ്തു പോകുന്ന ആളുകൾക്ക് പടച്ചവന്റെ ശിക്ഷയെ കുറിച്ചാണ് ബോധമുണ്ടാക്കേണ്ടത്. അതേസമയം ആ ബോധമുണ്ടാക്കുന്നത് അമിതമായിട്ട് അവരുടെ മനസ്സിന്റെ ആശ മുറിഞ്ഞു പോകുന്ന നിലക്കാവുകയും ചെയ്യരുത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, മോനെ, ഞാൻ നിന്നോട് പറയട്ടെ, ഒരു മനുഷ്യന്റെ മനസ്സിൽ മരിക്കുന്ന സമയത്ത് അവന്റെ സന്താനത്തോടുള്ള സ്നേഹം, അവന്റെ സമ്പത്തിനോടുള്ള സ്നേഹം, അവന്റെ വീടിനോടുള്ള സ്നേഹം, അവന്റെ പറമ്പിനോടുള്ള സ്നേഹം, അവന്റെ കൂട്ടാളികളോടുള്ള സ്നേഹം, അവന്റെ അനുയായികളോടുള്ള സ്നേഹം, ഇങ്ങനെ സ്നേഹമൊക്കെ ദുന്യാവിലുള്ള സംഗതികളോടാണെങ്കിൽ ഇതൊരു മനുഷ്യനാണ്, അവൻ സ്നേഹിക്കുന്നതൊക്കെ ദുന്യാവിലാണുള്ളത്. ഇതിൽ ജന്നത്തുൽ ഇബാറത്തുന്നിൽ ബുഖായത്തുൽ ജാമിയത്തുൽ ജമീൽ മഹാബ്ബി, സ്വർഗം എന്ന് പറയുന്നത് എന്താണോ? ഇഷ്ടപ്പെടുന്ന സർവ്വസംഗതികളുമുള്ള ഒരു സ്ഥലത്തിലല്ലേ സ്വർഗം എന്ന് പറയുന്നത്. ഈ മനുഷ്യനെ സംബന്ധിച്ചോട് അവന്റെ സ്നേഹം, അവന്റെ വീട്, അവന്റെ പറമ്പ്, അവന്റെ ധനം, അവന്റെ അനുയായികള്, അവന്റെ കൂട്ടാളികള്, അവന്റെ ഭാര്യ, അവന്റെ മക്കള്, അങ്ങനെ ദുന്യാവിലുള്ളതിനെ തന്നെ പ്രിയം വെച്ച് ജീവിക്കുന്നവനാണെങ്കിൽ അവനേറ്റവും പ്രിയപ്പെട്ടത് മുഴുവനും ദുന്യാവിലല്ലേ ഉള്ളത്. അവന്റെ സ്വർഗം ദുന്യാവല്ലേ. ഫമൗതുഹു ഖുറൂജും മിനൽ ജന്ന, അങ്ങനത്തെ മനുഷ്യന്റെ മരണം സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകലാണ് കേട്ടോ. കാരണം അവരിഷ്ടപ്പെടുന്നതൊക്കെ ഈ ഭൂമിയിലാണെങ്കിൽ അവന്റെ സ്വർഗം ഈ ദുന്യാവല്ലേ. അപ്പൊ മരിക്കുന്നതോടെ അവൻ സ്വർഗത്തുനിന്ന് പുറത്തേക്ക് പോയവനായില്ലേ. അതേ സമയത്ത് നീ ഓർമ്മിച്ചോളണം, അല്ലാഹുവിനെ സ്നേഹിക്കുന്നവർ, അല്ലാഹുവിന്റെ ദിക്റിനെ സ്നേഹിക്കുന്നവർ, അല്ലാഹുവിനുള്ള ഇൽമിനെ സ്നേഹിക്കുന്നവർ, അല്ലാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്നവര്, അതുപോലെ തന്നെ അല്ലാഹ് സ്നേഹിച്ച അമ്പിയാക്കളെയും മൗലിയാക്കളെയും സാലിഹീകളെയും ദീനിന്റെ അനിബീകളെയും ഒക്കെ സ്നേഹിക്കുന്നവർ,
അവർക്ക് അതെല്ലാം കിട്ടുന്ന സ്ഥലം എവിടെയാണ്? അതേ, അള്ളാഹുവിനെ കാണാൻ കഴിയുന്നത് മരിച്ചതിന് ശേഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ എത്തുന്നത് മരണശേഷമാണ്. ഔലിയാക്കൾ അമ്പിയാക്കളെ കൂടെ താമസിക്കാൻ കഴിയുന്നത് മരണശേഷമാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ അവൻ ഇഷ്ടപ്പെടുന്നതൊക്കെയും മരണശേഷമാണ് അവന് ലഭിക്കുന്നത്. അങ്ങനത്തെ മനുഷ്യന്റെ മരണമോ, അവന്റെ സ്വർഗം അവിടെയാണല്ലോ. കാരണം അവൻ സ്നേഹിക്കുന്നതൊക്കെ ഉള്ളത് അവിടെയാണല്ലോ. അപ്പോൾ അവന്റെ മരണം എന്താണ്? അവന്റെ മരണം സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. അവൻ ഇറങ്ങി പുറപ്പെടുന്ന സ്ഥലമോ അതാ ദുനിയാവ്, അതൊരു ജയിലറയാണ് കേട്ടോ. കാരണം എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എനിക്കിവിടെ കാണാൻ കഴിയുന്നില്ല. എന്റെ മുൻഗാമികളായ അമ്പിയാക്കളെ ഔലിയാക്കളെ കാണാൻ ഞാൻ ആശിക്കുന്നു. അതെനിക്കിവിടെ സാധിക്കുന്നില്ല. എനിക്ക് ഭക്ഷണവും വെള്ളവും തന്ന രാജാവിനെ ഞാൻ കാണണമെന്ന് ആശിക്കുന്നു. ആ രാജാവിനെ ഇവിടെ കാണാനുള്ള സംവിധാനമില്ല. ഞാൻ ആശിക്കുന്നതൊന്നും ഇവിടെയില്ല. അതുകൊണ്ട് തന്നെ ഇത്താഴ്ന്ന ദുന്യാവ്, ഞാൻ ആശിക്കുന്നത് കിട്ടാത്ത ദുന്യാവാണ്. അതിനാൽ ഇവിടെ നിന്ന് ഞാൻ പുറപ്പെട്ടു പോകുന്ന പുറപ്പാട് സ്വർഗത്തിലേക്കുള്ള പുറപ്പാട്, ഞാൻ ഇഷ്ടപ്പെടുന്നത് കിട്ടുന്ന ലോകത്തേക്കുള്ള പുറപ്പാട്. ആ പുറപ്പാട് സന്തോഷമുള്ളത് തന്നെ. ഇവിടെയോ അത് കിട്ടാതെ എന്നെ ജയിലിലിട്ടതുപോലെ ഞാനിവിടെ ഈ ജയിലറയിൽ തന്നെ. അതാ മോനെ, അദ്ദുന്യാ സിജ്നുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിരി. അവിശ്വാസിയും തമ്മാടിയുമായ മനുഷ്യന് ദുന്യാവ് സ്വർഗമാണ്. അതേ സമയത്ത് അതാ സജ്ജനങ്ങളായ ആളുകൾക്ക് ദുന്യാവ് ജയിലറയാണ്. അവരിഷ്ടപ്പെട്ടത് കിട്ടാനുള്ള സ്ഥലത്തേക്ക് പോകുന്നത് മരണത്തോടുകൂടിയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ, നീ മരണത്തോടെ സ്വർഗത്തിലേക്ക് നീങ്ങുന്നവനായിക്കോ. അതിനാ സ്വർഗത്തിലുള്ളതിനെ സ്നേഹിക്കുന്നവനായിക്കോ. എന്നിട്ട് അതിനുവേണ്ടി അധ്വാനിക്കുന്നവനായി ജീവിച്ചോ. അതിനുവേണ്ടി കൈയൊഴിക്കേണ്ടത് കൈയൊഴിക്കുന്നവനായി ജീവിച്ചോ. നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ദുആ അത് നീ പതിവാക്കിക്കോ. അല്ലാഹുമ്മ ർസുഖ്നി ഹുബ്ബക വഹുബ്ബ മൻ ഹബ്ബക വഹുബ്ബ മാ യുഖർരിബുനി ഇലാ ഹുബ്ബക വജഅൽ ഹുബ്ബക ഹബ്ബ ഇലയ്യ മിനൽ മാഇൽ ബാരിദ്. അല്ലാഹുവേ, നിന്നോടുള്ള സ്നേഹം ഒന്നെന്റെ മനസ്സിൽ നീ തരണേ. വഹുബ്ബ മൻ ഹബ്ബക, നിന്നെ സ്നേഹിച്ചവരോടുള്ള സ്നേഹം ഒന്നെന്റെ മനസ്സിൽ തരണേ. വഹുബ്ബ മാ യുഖർരിബുനി ഇലാ ഹുബ്ബക, നിന്റെ സ്നേഹത്തിലേക്ക് എന്നെ അടുപ്പിച്ചു കൊണ്ടുപോകുന്നതിനെ സ്നേഹിക്കുന്ന ആ സ്നേഹം നീ എനിക്കൊന്ന് തരണേ. വജഅൽ ഹുബ്ബക ഹബ്ബ ഇലയ്യ മിനൽ മാഇൽ ബാരിദ്. ഏത് നല്ല വെള്ളം, ഏത് ശുദ്ധമായ വെള്ളം, ഏത് തണുത്ത വെള്ളം എത്ര ചൂടുള്ള സമയത്തും ഇഷ്ടപ്പെടുന്നതിനേക്കാൾ എന്റെ സ്നേഹം പൂർണ്ണമായി നിന്നെയാക്കണേ അല്ലാഹ്. നീ ദുആ നടത്തൂ മോനെ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഉപദേശിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. എന്റെ ചെറുപ്പക്കാർക്ക് എഴുതിയിട്ട് നിൽക്കണം. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, യജമാനായ റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് ആ റബ്ബിന്റെ ഖുദ്റത്തിനെ സംബന്ധിച്ചും അളവത്തിനെ സംബന്ധിച്ചും ആ റബ്ബിന്റെ മഹത്വത്തെ സംബന്ധിച്ചും ആ റബ്ബിനോടുള്ള ആ റബ്ബിന്റെ അധികാരത്തെ സംബന്ധിച്ചും ചിന്തയോടുകൂടെ അള്ളാഹുവിനെ ഭയപ്പെട്ടു, അവനിൽ പ്രതീക്ഷയർപ്പിച്ചു. അങ്ങനെ ഒരു ഭാഗത്ത് ഭയവും വേറൊരു ഭാഗത്ത് പ്രതീക്ഷയും, അതേ സമയത്ത് അള്ളാഹുവിനുള്ള സ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞു കിടന്നുകൊണ്ടുമുള്ളൊരു ജീവിതം, അതാണ് സാലിഹീങ്ങളുടെ ജീവിതം, അതാണ് സജ്ജനങ്ങളുടെ ജീവിതം. ആ ജീവിതമാണ് അതാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. റബ്ബേ എന്ന് വിളിച്ച് റബ്ബിനോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ജീവിതം, റബ്ബിനോട് താടുകേണ അപേക്ഷ സമർപ്പിക്കുന്ന ജീവിതം, അതോടുകൂടെ നരകത്തെ ഭയപ്പെടുന്ന ജീവിതം, അല്ലാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്ന ജീവിതം, ഇതാണ് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ജീവിതം. എത്ര തെറ്റ് ചെയ്തു പോയവനെയും സ്വീകരിക്കുന്ന രാജാവ്, അവനെ മനസ്സുകൊണ്ട് പ്രിയം വെക്കുക, ആ റബ്ബിലേക്ക് ഓടിപ്പായുക. ഫഫിറൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ ഓടിപ്പായുക. പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞില്ലേ? അതേ സഹോദരന്മാരെ, ആ ഭയമുള്ളവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. അതിന്റെ പേരിൽ തന്നെയാണ് സജ്ജനങ്ങൾ വല്ലാതെ ഭയപ്പെട്ടു. ആ ഭയത്തിന്റെ പേരിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? ലോകത്ത് ധാരാളം ആളുകളെ
വല്ലാതെ ഉപദേശിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. ആ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അല്ലാഹുവിനെ വല്ലാതെ ഭയപ്പെട്ട മഹാനാണ്. സഹാബത്തിൽ പ്രത്യേകം ദീനിന്റെ ആശയങ്ങൾ പഠിച്ചിട്ടുള്ള താബീങ്ങളിൽ പെട്ടവരാണ്. ബഹുമാനപ്പെട്ടവരുടെ ഉപദേശം കേട്ട്, മഹാനവറുകളുടെ വഅദ് കേട്ട് ലോകത്ത് എത്രയോ ആളുകൾ സന്മാർഗത്തിലേക്ക് വന്നതാണ്. എത്രയോ ജനങ്ങൾ സന്മാർഗത്തിലായി ജീവിച്ചതാണ്. അള്ളാഹുവിനെ പ്രിയം വെക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് ആ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. അതാ അള്ളാഹുവിനെ ഭയപ്പെട്ടു. ആ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മഹാനവറുകൾക്കൊരു നല്ല തണുത്ത വെള്ളം അങ്ങ് കുടിക്കാൻ കൊടുത്തു. ആ വെള്ളം കയ്യിലങ്ങ് പിടിച്ചപ്പോ ബഹുമാനപ്പെട്ട ഒരു ബോധം കെട്ടങ്ങ് വീണു. അതേ കയ്യിൽ നിന്ന് വെള്ളം അങ്ങോട്ട് വീണു. സുബ്ഹാനല്ലാഹ്. ബോധം തെളിഞ്ഞപ്പോ ചോദിച്ചു, മാലക്കയാ അബാ സഈദ്, എന്തേ അബുൽ ഹസൻ എന്തേ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, എന്തേ അബൂ സഈദ് നിങ്ങൾക്ക് തണുത്ത വെള്ളം കുടിക്കാൻ തന്നപ്പോ ബോധം കെട്ട് വീണുപോയതിന്റെ? മഹാനവറുകളുടെ മറുപടി, ദക്കർതു നിയ്യത അഹ്ലിൻ നാരി ഹീന യഖൂലൂന ലി അഹ്ലിൽ ജന്നതി അഫീദു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. നരകത്തിൽ കടന്ന ജനങ്ങൾ അവർക്ക് ദാഹിച്ച് വിഷമിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ കടന്ന ആളുകളോട് വിളിച്ചു പറയുന്ന ഒരു രംഗം പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അഫീദു അലൈനാ മിനൽ മാഇ, ഞങ്ങൾ നരകത്തിൽ നിന്ന് ദാഹിച്ചിടാ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളൊരൽപ്പം വെള്ളം ഞങ്ങൾക്ക് ജ്വലിച്ചു തരൂ എന്ന് പറയുന്നൊരു സമയമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ ഈ ദാഹിക്കുന്ന സമയത്ത് നല്ല തണുത്ത വെള്ളം തന്നപ്പോ ഞാനാ രംഗമങ്ങ് ഓർമ്മിച്ചുപോയി. ഞാനതുകൊണ്ട് തന്നെ ബോധം കെട്ടു വീണുപോയി. സഹോദരന്മാരെ, അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ളവർക്കല്ലേ ഭയം, അള്ളാഹുവിനെ കുറിച്ച് ചിന്തയുള്ളവർക്കല്ലേ ഭയം. ആ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സദസ്സ്, ഉത്ബത്തുൽ ഗുലാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കള്ളുകുടിയനാണ്, തെമ്മാടിയാണ്, ഫസാദ് ഉണ്ടാക്കുന്നവനാണ്, കള്ളും കുടിച്ച് നടക്കുന്നവനാണ്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സുണ്ടെന്ന് കേട്ടപ്പോ ആ വാളിന്റെ സദസ്സിലേക്ക് ഒന്നങ്ങ് ചെന്നു. ബഹുമാനപ്പെട്ടവര് വാളിന്റെ ഇടക്കങ്ങോതി, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഈമാനുള്ള ആളുകൾക്ക് അള്ളാഹുവിനെ ഓർമ്മിച്ചിട്ടവരെ ഹൃദയം ഭയഭക്തിയുള്ളതാകാനുള്ള സമയമായില്ലേ? ഇനിയും തമ്മാടിത്തമാണോ? ഇതങ്ങ് കേട്ടപ്പോ ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതിയിട്ട്, അത് ഗംഭീരമായ ഉപദേശമാണ്, അതെന്നെ പോലെയുള്ള ഒരു മനുഷ്യനല്ലല്ലോ, വലിയ ആരിഫല്ലേ, എത്രയോ സാലിഹീകളെ വളർത്തിയെടുത്ത മഹാനല്ലേ. ബഹുമാനപ്പെട്ടവരുടെ വാളിന്റെ സദസ്സ് ആത്മീയത പൊട്ടി നിൽക്കുന്ന സദസ്സല്ലേ. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ വെച്ച് ധാരാളം ആളുകൾ കരഞ്ഞു തൗബ ചെയ്തുപോയി. കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് എന്നിട്ട് ചോദിക്കുന്നു, യാ തഖിയൽ മുഅ്മിനീങ്ങളിലുള്ള മുത്തഖിയായ പണ്ഡിതനായ മഹാനായ മനുഷ്യ, അയഖ്ബറുല്ലാഹു തആലൽ ഫാസിഖൽ ഫാജിറ ബിഫിലി ഇദാ താബ, എന്നെപ്പോലെയുള്ള ധിക്കാരിയും തെമ്മാടിയുമായ മനുഷ്യനെ തൗബ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമോ? ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, നഅം യഖ്ബലുല്ലാഹു തൗബത ഫിസ്ദിക വഫുജൂരിക. നിന്റെ ഏത് തെമ്മാടിത്തവും നിന്റെ മനസ്സുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ അല്ലാഹു സ്വീകരിക്കും മോനെ. അതങ്ങ് കേൾക്കുമ്പോഴേക്ക് അതാ ഈ തെമ്മാടിയായ ഉത്ബത്തുൽ ഗുലാം എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ മുഖമങ്ങ് ചുവന്നു, മുഖത്തിന്റെ കളറങ്ങ് മാറി, വിറച്ചുപോയി. ഉറക്കി ഒരൊറ്റ അട്ടഹാസമാണ്. അവിടെ തന്നെ മറിഞ്ഞവിടെ വീണു. ഒരൽപ്പമങ്ങ് കഴിഞ്ഞു. അടുത്തേക്ക് ചെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അടുത്തേക്ക് അങ്ങ് ചെന്നിട്ടങ്ങ് പാടി, അയാ ശാബ്ബൻ റബ്ബിൽ അർശി അസീം അതദ്രി മാ ജസാഉ ദിൽ മആസി. അർശിന്റെ അധിപനായ റബ്ബിനോട് തെറ്റ് ചെയ്യുന്ന ചെറുപ്പക്കാരാ, അതദ്രി മാ ജസാഉ ദിൽ മആസി. തെറ്റുകാരനായ മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം നിനക്കറിയുമോ? സഈറുൽ ലിൽ ഉസാത്തി ലഹാ സഫീറു വഗൈമുൽ യൗമ യുഖദു ബിൻ നവാസി.
ഗംഭീരമായ ശബ്ദകോലാഹലങ്ങളോടുകൂടി അതാ വലിയ ബഹളം വെച്ചുകൊണ്ടുവരുന്ന സഈറാകുന്ന നരകമാണ്. ആ നരകത്തിലേക്ക് യൗമയൂഖദു ബിന്നവാസി വൽ അഖ്ദാം, കാലുകൾ തലയോട് പിടിച്ച് ചങ്ങല കൊണ്ട് കെട്ടിയിട്ട് പിടിച്ചു വലിച്ചൊരേറാടോ. ഫൈൻ തസ്ബിർ അലൻ നിറാനി ഫഅസി വഇല്ലാ കുൻ അനിൽ ഇസ്യാനി ഖാസി. ആ കഠിനമായ നരകശിക്ഷ നിനക്ക് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ നീ ഇനിയും തെറ്റ് ചെയ്തടോ. നീ വ്യഭിചാരവും കള്ളുകുടിയും തോന്നിവാസവും മാലിന്യങ്ങളെ കുറ്റം പറയും. നീ തോന്നിവാസിയായി ജീവിച്ചടോ. അത് ക്ഷമിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ജീവിച്ചടോ. وفيما قد كسبت من الخطايا رهنت النفس فجهد في الخلاص. ജീവിതത്തിൽ ഇന്നുവരെ ചെയ്തു പോയ തെറ്റ് കാരണത്താൽ നിന്റെ ആത്മാവിനെയും ശരീരത്തെയും നീ പണയം വെച്ചിട്ടാണുള്ളത് കേട്ടോ. ഇനി ആ ഉടമസ്ഥൻ നിന്റെ ശരീരവും നിന്റെ ആത്മാവും നിന്റെ ഉടമസ്ഥനങ്ങ് വിട്ടു തന്നാൽ രക്ഷപ്പെട്ടുപോയി. അതിലാ ഉടമസ്ഥനെ സ്നേഹിച്ചുകൊണ്ട് ഉടമസ്ഥനിലേക്ക് നിന്റെ മനസ്സുകൊണ്ട് മടങ്ങിക്കോ. ആ ഉടമസ്ഥനോട് മാപ്പ് പറഞ്ഞു. ആ ഉടമസ്ഥനിലേക്ക് നിന്റെ മനസ്സുകൊണ്ട് തിരിഞ്ഞോ. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ഇതങ്ങ് ചൊല്ലിക്കഴിയുമ്പോഴേക്ക് ഉത്ബത്തുൽ ഗുലാം എന്ന് പറഞ്ഞ വ്യക്തി അവിടെ വീണുപോയി. പിന്നെയും ആ ബോധം തെളിയുമ്പോ ചോദിക്കുന്നു, യാ ശൈഖ് ഹൽ യഖ്ബലുർ റബ്ബുർ റഹീം തൗബത ബിസിലില്ലൈ. റബ്ബും റഹീമുമായ അല്ലാഹു തആല എന്നെ പോലുള്ള ദുഷ്ടന്മാരുടെ തൗബ സ്വീകരിക്കുമോ? അപ്പോഴും ഹസനുൽ ബസരി തങ്ങളെ മറുപടി, ഓ മോനെ, അതേ സ്വീകരിക്കും. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി തങ്ങൾ അങ്ങോട്ട് പറയുന്നു, ഓ മോനെ, ഹൽ തൗബത്തൽ ജാഫി റബ്ബുൽ മുആഫി. വളരെ തെറ്റ് ചെയ്തു പോയ മനുഷ്യന് വിട്ടുവീഴ്ച ചെയ്യുന്ന റബ്ബ് തന്നെയല്ലേ സ്വീകരിക്കുക? ഇതിനാര് സ്വീകരിക്കാനാണ് ഇവിടെ? അവിടെ വെച്ചതാ തമ്മാടിത്തം ചെയ്തു പോയ ചെറുപ്പക്കാരൻ ഒരൊറ്റ ദുആയാണ്, ഇലാഹി ഇൻ കുന്ത ഖബിൽത തൗബതി വഫർത ദുനൂബി ഫഅക്രിംനിൽ ഫഹ്മ വൽ ഹിഫ്ള ഹത്താ അഹ്ഫള മാ കുല്ലമാ സമീഅതു മിനൽ ഇൽമി വൽ ഖുർആൻ. എന്റെ ഇലാഹായ റബ്ബേ, നീ എന്റെ തൗബ സ്വീകരിച്ചുവെങ്കിൽ, നീ എന്റെ പാപം പൊറുത്തുവെങ്കിൽ എനിക്ക് നീ ഒരു കറാമത്ത് തരണം, നീ എനിക്കൊരു മഹത്വം തരണം. എന്താണത്? കേൾക്കുന്നതൊക്കെ മനഃപ്പാടമാക്കുന്ന, കേൾക്കുന്ന ഇൽമും ഖുർആനും മനസ്സിലാകുന്ന ഒരു ഫഹ്മ് എനിക്ക് നീ തരണം. രണ്ടാമത്, ഇലാഹി അക്രിംനി ബിഹുസ്നി സൗതി ഹത്താ അത്ഇന്ന കുല്ല മൻ സമിഅ ഖിറാഅതി യസ്ദാദു റിഖത ഫീ ദിഖതൻ ഫീ ഖൽബിഹി വഇൻ കാന ഖാസിയൽ ഖൽബ്. ഇലാഹേ, ഒന്നുകൂടി ഞാൻ ചോദിക്കുന്നു, എന്റെ ഓത്തൊരാള് കേട്ടാൽ, എന്റെ വാക്കൊരാള് കേട്ടാൽ അദ്ദേഹത്തിന്റെ മനസ്സൊന്ന് മാറിയിട്ട്, എത്ര ഉറച്ച മനസ്സുള്ളവനാണെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സൊന്ന് ഇളമയുള്ള മനസ്സായിട്ട് എന്റെ ഉപദേശം കേൾക്കുന്ന നിലയ്ക്ക് എന്റെ സൗണ്ട് ഒരു ഉപകാരമുള്ള സൗണ്ടാക്കണേ അല്ലാ, എന്റെ സൗണ്ട് ഒരു നല്ല സൗണ്ടാക്കണേ അല്ലാ. മൂന്നാമത് എനിക്ക് ചോദിക്കാനുള്ളത്, ഇലാഹി അക്രിംനി ബിറിസ്ഖിൽ ഹലാലി വർസുഖ്നി മിൻ ഹൈസു ലാ അഹ്തസിബ്. ഹലാലായ ഭക്ഷണം എനിക്ക് നീ തന്നെ ആദരിക്കണേ അല്ലാ, ഉദ്ദേശിക്കാത്ത നിലയ്ക്ക് എനിക്ക് വേണ്ടത് നീ തരണേ അല്ലാ. മൂന്ന് ദുആ, ഖൽബ് പൂർണ്ണമായി അല്ലാഹുവിലേക്ക് തിരിച്ച് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ദുആ ചെയ്തു. സർവ്വ ദുആക്കും അല്ലാഹു ഉത്തരം കൊടുത്തുപോയി. ഹത്താ സാദ ഫഹ്മുഹു വഹിഫ്ളുഹു. ബഹുമാനപ്പെട്ടവരുടെ ഹിഫ്ള് അതാ വർദ്ധിച്ചു, ഫഹ്മ് വർദ്ധിച്ചു. മഹാനവറുകൾ ഖുർആൻ ഓതിയിട്ട് വല്ലതും പറയുന്നത് കേട്ടാൽ കേൾക്കുന്നവരൊക്കെ തൗബ ചെയ്ത് നന്നായി പോയി. മഹാനവറുകളുടെ വീട്ടിൽ രാത്രി സമയത്താരും കാണാതെ അതാ ഇറങ്ങി വരുന്നു, പത്തിരി ഇറങ്ങി വരുന്നു, 2 പത്തിരിയും അതിന്റെ കറിയും ഇറങ്ങി വരുന്നു. ആരാണ് കൊണ്ടുവെക്കുന്നതെന്നറിയുന്നില്ല. മരണം വരെ അക്കറാമത്ത് നിലനിന്നു.
സഹോദരന്മാരെ, എത്ര തെറ്റ് ചെയ്തു പോയ മനുഷ്യരും മനസ്സൊന്ന് ശരിക്കും പൊട്ടിയിട്ട് റബ്ബിലേക്ക് അങ്ങ് മടങ്ങിയാൽ ആ റബ്ബിനോട് ചോദിക്കുന്നതിന് ഉത്തരവാണ് കേട്ടോ. ആ റബ്ബ് കൊടുക്കുന്നത് കറാമത്താണ് കേട്ടോ. ആ റബ്ബിലേക്ക് പ്രതീക്ഷയർപ്പിച്ചും അവനെ ഭയപ്പെട്ടും ജീവിക്കണം. നമ്മൾ കൈയൊഴിക്കേണ്ട പല വലിയ വലിയ തെറ്റുകളുണ്ട്, നമുക്കുണ്ടാകേണ്ട ചില സ്വഭാവങ്ങളുണ്ട്. അത് സജ്ജനങ്ങളുടെ സ്വഭാവങ്ങളിൽ അള്ളാഹു എണ്ണിയിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഞാൻ നാളെയും മറ്റുമായി പറയാം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് തഖ്വയുണ്ടാകാൻ കാരണമാകുന്ന മജ്ലിസാക്കണം റഹ്മാനേ. എല്ലാം തന്ന രാജാവായ നിന്നെ സ്നേഹിക്കാനും എല്ലാ അധികാരവുമുള്ള നിന്നെ ഭയപ്പെടാനും എല്ലാം കൊടുക്കുന്ന നിന്നിൽ പ്രതീക്ഷ അർപ്പിക്കാനുമുള്ള മനസ്സ് നൽകപ്പെടുകയും അതനുസരിച്ച് കർമ്മങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യാൻ കാരണമാകുന്ന മജ്ലിസായി ഞങ്ങളെ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണം അല്ലാഹ്. ഒരു 3 സ്വലാത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ധാരാളം ആളുകൾ സിറാജുൽ ഹുദയിലേക്ക് വലിയ സംഖ്യകൾ നേർച്ച തന്ന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ 1000 ഉറുപ്പിക ഭാര്യയുടെ സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ, അവർക്കും എല്ലാ ഗർഭിണികൾക്കും നീ പൂർണ്ണമായ സലാമത്തും സന്തോഷവും നൽകണം റഹ്മാനെ. ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. മക്കളുടെ സുഖപ്രസവത്തിന് വേണ്ടി സിറാജുൽ ഒരു ചാക്ക് അരി നേർച്ച ചെയ്ത് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, നീ വളരെ സന്തോഷത്തോടുകൂടെ സന്തോഷമുള്ള കുട്ടിയെ സലാമത്തോടുകൂടെ നീ നൽകണം റഹ്മാനെ. അതുപോലെ വേറെയും പലരും ചെറിയ കുട്ടിയുടെ രോഗം മാറാൻ വേണ്ടി സഖാഫി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെയും എല്ലാവരുടെയും എല്ലാ കുട്ടികളുടെയും രോഗങ്ങൾ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. വേറെയും പലരും സംഭാവനകൾ കൊടുത്തയച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും വേണ്ടിയും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തു. എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറയണം. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഉത്തരമുള്ള മജ്ലിസാക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. أرحم الراحمين يا ربي, സാധുക്കളായ ഞങ്ങൾ നിന്റെ അടിമകളാണ്. നീ ഞങ്ങളുടെ രാജാവാണ്. ഞങ്ങളെ എന്തും ചെയ്യാൻ നിനക്ക് അധികാരമുണ്ട്, എന്തും തരാൻ നിന്റെ ഖജനാവിലുണ്ട്. റബ്ബേ, ഒന്നും കയ്യിലില്ലാത്ത അടിമകളാണ് ഞങ്ങൾ, ഒന്നിനും സാധിക്കാത്ത പാവങ്ങളാണ് ഞങ്ങൾ. ഞങ്ങൾ നിന്റെ കൈ നിന്നിലേക്ക് ഉയർത്തുന്നു റഹ്മാനേ. നീ ദുആക്ക് ഉത്തരം കൊടുക്കുന്ന റബ്ബാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ദുആ ചെയ്യാതെ തന്നെ ആയിരക്കണക്കിന് അനുഗ്രഹം തന്ന രാജാവല്ലേ നീ. നിന്നോട് ചോദിക്കുന്നത് അടിമത്വം പ്രകടിപ്പിക്കാനാണ്. നീ ചോദിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഞങ്ങളെക്കാൾ അറിയുന്ന രാജാവാണ് റബ്ബേ. ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം തരണേ റഹ്മാനേ. ഞങ്ങളെല്ലാ വാക്കുകളും പ്രവൃത്തികളും നിന്റെ പൊരുത്തത്തിലായ നിലക്ക് നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. അർഹമുർ റഹീമായ റബ്ബേ, അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ പാപം ചെയ്തു പോയ അടിമകളാണ്. പാപം ചെയ്തു പോയ അടിമകൾക്ക് പുറത്തു കൊടുക്കുന്ന രാജാവ് നീ തന്നെയാണ് റബ്ബേ. ആരാണ് ഞങ്ങൾ പാപം ചെയ്യാത്തവർ? ഈ പാവപ്പെട്ട ഞാൻ ആരെയും ഉപദേശിക്കാൻ അർഹനല്ല. ഞങ്ങളെല്ലാം നിന്റെ സാധുക്കളായ അടിമകൾ, 1000 ദൗർബല്യങ്ങളുള്ളവർ, പലപ്പോഴും പിശാചിന് വഴിപ്പെട്ടു പോയവർ, തടിഹവക്ക് വഴിപ്പെട്ടു പോയവർ. റബ്ബേ, ഞങ്ങളെ ശിക്ഷിക്കാതെ രക്ഷിക്കാൻ നിനക്ക് അധികാരമില്ലേ? നിന്റെ സജ്ജനങ്ങൾ